يا واسع الكرم. وقال نبينا رسول الله صلى الله عليه وسلم ثلاث دعوات مستجابات لا شك فيهن دعوة الوالد لولده ودعوة المريض ودعوة المسافر أو كما قال نبينا رسول الله صلى الله عليه وسلم. വേദിയിൽ ഉപവിഷ്ടരായ ഈ മഹനീയമായ മഹല്ലിന്റെ ആദരണീയനായ ഖത്തീബ് ഉസ്താദ്, ബഹുമാന്യനായ ഫൈസി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, ആദരവുകൾ നിറഞ്ഞ പരിപാലന സമിതി അംഗങ്ങളെ, ഏറെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, ചെറുപ്പക്കാർ, സഹോദരങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പവിത്രമായ മജ്ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചതുപോലെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗ്ഗത്തിലും ഇതുപോലെ നമ്മൾ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ രോഗങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ, നമ്മളെ സഹായിച്ചവർ, നമ്മളെ സ്നേഹിച്ചിരുന്നവർ, വിശിഷ്യ ഈ മഹല്ലിന്റെ ഖബർസ്ഥാനിൽ കിടന്നുറങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, അല്ലാഹു എല്ലാവരുടെയും ഖബറുകൾ വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവന്റെ സ്വർഗ്ഗത്തിൽ വെച്ച് അവരെ കണ്ടുമുട്ടുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിപാടിയുടെ അവസാനം വരെയും അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നല്ലതുപോലെ കേൾക്കാനും പറയാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഈ നാട്ടിലെ ഒരുപറ്റം നല്ലവരായ ചെറുപ്പക്കാർ, അവര് വർഷങ്ങളായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു മതപ്രഭാഷണ വേദിയിലാണ് ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നത്. ഈ ഒരു വഅള് സംഘടിപ്പിക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ട, പാടുപെട്ട എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം ഇരു ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവരുമായിട്ട് സഹകരിച്ചവർ, സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ട് ചേർന്ന് നിന്നവർ, അല്ലാഹു എല്ലാവരെയും ഖബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. വലിയ സന്തോഷം തോന്നുകയാണ്. ആദ്യമായിട്ടാണ് ഈ ഭാഗത്തോട്ട് കടന്നു വരുന്നത്, അതും വളരെ യാദൃശ്ചികമായി. ഇന്നലെ തിരുവനന്തപുരത്ത് പ്രസംഗം കഴിഞ്ഞ് ആലപ്പുഴയിലുള്ള ഞാൻ എൻ്റെ പള്ളിയിലോട്ട് വന്ന് കിടക്കുന്ന സമയത്ത് രാത്രി 12 മണിക്കാണ് കോള് വരുന്നത്. ഇന്ന് കർണാടകയിൽ വന്നിട്ടൊന്ന് വഅള് പറയണം, വഅളേറ്റിരുന്ന ഉസ്താദ് പിൻവാങ്ങിയിട്ടുണ്ട്. ഒന്നും നോക്കാതെ, ഒട്ടും അമാന്തിക്കാതെ, വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ ഡേറ്റ് കൊടുത്തത്. കാരണം വലിയ വലിയ പ്രമുഖരായ പല പ്രഭാഷകരും അവരുടെ തുടക്ക സമയത്ത് വന്ന് തെളിഞ്ഞ ഒരു സ്ഥലം കൂടിയാണ്. ഞാനിവിടുത്തെ മഖാമിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇന്ന് ആദ്യമായിട്ട് സിയാറത്ത് ചെയ്തു. കാസർഗോഡ് 1:15 മണിക്ക് ഞാൻ വന്നിറങ്ങിയപ്പോൾ തന്നെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ കുറിച്ചിട്ടൊരു കാര്യമാണ്, ഇൻഷാ അല്ലാഹ് എത്ര വൈകിയാണ് ഞാൻ ഈ സദസ്സിലോട്ട് വരുന്നതെങ്കിലും അവിടെ സിയാറത്ത് ചെയ്തിട്ടേ വഅള് തുടങ്ങുകയുള്ളൂ. കാരണം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് അസറുള്ള പല കറാമത്തുകളും കണ്ട ഒരു മഖാമാണ്. അല്ലാഹു അവിടുത്തെ ഹിഫ്ളും മദദും ഹിമായത്തും അല്ലാഹു നമുക്കും ഈ നാട്ടിലും ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നസീബാക്കുമാറാവട്ടെ. ആ മഹാനുഭാവനോടൊപ്പം അല്ലാഹു നമുക്ക് സ്വർഗ്ഗം നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഅളെല്ലാം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. പണ്ടത്തെ പോലെ വഅള് സംഘടിപ്പിക്കാൻ ആളുകളില്ല, വഅള് കേൾക്കാൻ ആളില്ല. ഇനി വഅള് കേൾക്കാനാണെങ്കിൽ തന്നെ അവസാനം ചീരണി ഉണ്ടെങ്കിൽ ആളുണ്ട്, ഇല്ലെങ്കിൽ വഅള് കേൾക്കാൻ ആളില്ലാത്തൊരു കാലം. ചീരണി ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ കൗമുണ്ട്, ഇല്ലെങ്കിൽ വഅള് മാത്രമാണെങ്കിൽ വരൂലാത്തൊരു കാലഘട്ടത്തിന്റെ നടുവിലാണ് നമ്മളുള്ളത്. ഏതായാലും അൽഹംദുലില്ലാഹ്, ഈ ഞായറാഴ്ച ദിവസം നാളെ പലർക്കും പല തിരക്കുകളുണ്ട്. ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന വിദ്യാർത്ഥികളുണ്ട്. എല്ലാ തിരക്കുകൾ ഉണ്ടായിട്ടും അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ ഈ മാറ്റി വെച്ചത് ഒരിക്കലും വെറുതെയാകില്ല പ്രിയപ്പെട്ടവരെ.
അത്രമാത്രം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നല്ല രീതിയിൽ പ്രബോധനം ചെയ്യാൻ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരാം. ഇന്നലെ എന്റെ ഫോണിലോട്ട് ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഒരു വീഡിയോ അയച്ചു. ഒരു മുസ്ലിമായ പെൺകുട്ടിയുടെ ഒരു വീഡിയോ. ഞാൻ എന്തിനാണ് ഇത് ആമുഖമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെയും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 6ാം ക്ലാസ് വരെ മദ്രസയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് ആ പെൺകുട്ടി പറയുമ്പോ പിന്നെന്തേ മദ്രസ വിദ്യാഭ്യാസത്തെ ഏത് രൂപത്തിൽ നീ കണക്കാക്കുന്നു എന്ന് ആ ഒരു മീഡിയക്കാരൻ ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുകയാണ്, 6 വരെ മദ്രസയിൽ പഠിച്ചത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അബദ്ധമായി പോയി, അബദ്ധം ചെയ്തതായിട്ട് ഞാൻ കണക്കാക്കുന്നു എന്ന് യാതൊരു നാണവുമില്ലാതെ യാതൊരു ഉളുപ്പുമില്ലാതെ സമൂഹ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് നമ്മുടെ കൗമിൽപ്പെട്ട ഒരു പെൺകുട്ടി പറയുന്നു. 6ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചത് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമാണത്രേ. ഒരു പെൺകുട്ടിയുടെ വാചകമാണ്. അതോർത്തിട്ട് അവൾക്ക് ദേഷ്യം വരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്രസ വിദ്യാഭ്യാസത്തെ ഈ കൗമിൽപ്പെട്ട യുവതലമുറ തന്നെ പുച്ഛിക്കുന്ന ഒരു കാലഘട്ടം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറഞ്ഞു കൊടുക്കുന്ന സദസ്സുകളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടം. അള്ളാഹു കാക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ മദ്രസ സംവിധാനങ്ങൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? മദ്രസ വിദ്യാഭ്യാസം മക്കൾക്ക് തീവ്രവാദമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നുള്ള ഒരു സാധാരണ രീതിയിൽ പറയുന്ന ഒരു വാചകം. സാധാരണ ഇപ്പൊ അങ്ങനെയാണ്, മദ്രസ വിദ്യാഭ്യാസം എന്നുള്ളത് തീവ്രവാദം പഠിപ്പിച്ചു കൊടുക്കുന്ന ഇടമാണത്രേ. പലരും പറയുന്ന ചില കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ മദ്രസ വിദ്യാഭ്യാസം? മാതാപിതാക്കളെ ബഹുമാനിക്കുക, ഉസ്താദന്മാരെ ബഹുമാനിക്കുക, അയൽക്കാരെ പരിഗണിക്കുക, പാവങ്ങൾക്ക് സഹായമേകുക, പാവങ്ങൾക്ക് അത്താണിയാകുക. ഇതൊക്കെയാണ് മദ്രസയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെയാണ് മദ്രസയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങളൊക്കെയും മദ്രസ വിദ്യാഭ്യാസം മനസ്സിലാക്കിയവരാണ്, മദ്രസയിൽ പഠിച്ചവരാണ്. ഏതെങ്കിലും ഒരു ഉസ്താദ് മോശമായിട്ട് ഈ സമൂഹത്തിനെതിരെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, പറഞ്ഞു തന്നിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാവൂല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ തേജോവധം ചെയ്യപ്പെടുന്ന കാലഘട്ടം. അള്ളാഹു കാക്കുമാറാവട്ടെ. ഇങ്ങനെയൊക്കെയുള്ള ഈ കലുഷിതമായ സന്ദർഭത്തിലാണ് ഇതുപോലെയുള്ള ദീനീ സദസ്സിന്റെ ആവശ്യകത വരുന്നത്. ഇതുപോലെയുള്ള ഈ കലുഷിതമായ സാഹചര്യം, ദീൻ നല്ലതുപോലെ പ്രബോധനം ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ വഅളിന്റെ സദസ്സുകൾ ധാരാളമായിട്ടുണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ അള്ളാഹു അടിയുറച്ച ഈമാൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഇബാദത്ത് ചെയ്യുന്നവനാണെങ്കിലും, എത്ര നോമ്പ് പിടിക്കുന്നവനാണെങ്കിലും, എത്ര ഹജ്ജ് ചെയ്തവനാണെങ്കിലും, ഏതെല്ലാം നന്മയായ കാര്യങ്ങൾ ചെയ്യുന്നവനാണെങ്കിലും, അവന്റെ ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹുവിന്റെ ഹബീബ് ഒന്നാമനാകുന്നത് വരെയും അവന്റെ ഒരു ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കില്ല. വല്ലാഹി ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. പകലന്തിയോളം കഷ്ടപ്പെട്ട് പാടുപെട്ട് പണിയെടുത്ത് തിന്നാൻ കൊടുത്ത് വളർത്തി വലുതാക്കുന്ന നിന്റെ മക്കളെക്കാളും 9.5 മാസക്കാലം കഷ്ടപ്പെട്ട് ഗർഭം ചുമന്ന് 14 വാരിയല്ലുകൾ ഒരുമിച്ചൊടിയുന്ന വേദന സഹിച്ച് നൊന്ത് പ്രസവിച്ച് 2 വർഷക്കാലം മുലയൂട്ടിയ നമ്മുടെ മക്കളെക്കാളും നമ്മുടെ പ്രിയപ്പെട്ട ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നത് വരെ നമ്മൾ യഥാർത്ഥ മുസ്ലിം ആവുകയില്ല എന്ന് പഠിപ്പിച്ചു തന്നത് അല്ലാഹയാണ്, പരിശുദ്ധമായ ഖുർആനാണ്. ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി.
നബിതങ്ങളെ നിന്റെ മനസ്സിന്റെ അകത്ത് നബിതങ്ങൾക്ക് നീ ഒന്നാം സ്ഥാനം നൽകുന്നത് വരെയും നീ ഒരു യഥാർത്ഥ മുസ്ലിമാവുകയില്ല. വല്ലാഹി ലാ യുഅ്മിനു അഹദുക്കും, ഒരാളും യഥാർത്ഥ മുസ്ലിമാവുകയില്ല അല്ലാഹുവിന്റെ ഹബീബിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാത്ത കാലഘട്ടത്തോളം ഒരാളും യഥാർത്ഥ മുസ്ലിമാവുകയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലത്ത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നബിതങ്ങളെ കുറിച്ച്, നബിതങ്ങളോടുള്ള മഹബത്തിനെ കുറിച്ച്. സുന്നത്തുകളെ പുറംകാലി കൊണ്ട് തട്ടിക്കളയുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിലാണ് നമ്മളുള്ളത്. 20,000-ഉം 25,000-ഉം രൂപയുടെ ഫോൺ മേടിച്ച് കയ്യിൽ പിടിക്കാൻ നമ്മുടെ കയ്യിൽ കാശുണ്ട്, പണമുണ്ട്. 100-ഉം 150-ഉം രൂപ കടയിൽ കൊടുത്തിട്ട് മേടിച്ച് തലയിൽ വെക്കാൻ പറ്റുന്ന ഒരു തൊപ്പി മേടിക്കാൻ ആ തൊപ്പിയെ നിസാരവൽക്കരിക്കുന്ന ഒരു കാലഘട്ടം, സുന്നത്തുകളെയെല്ലാം ഒരു മോശമായിട്ട് കാണുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിന്റെ നടുവിലാണ് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ഖിനെ കുറിച്ച്, അവിടത്തോടുള്ള മഹബത്തിനെ കുറിച്ച് സംവദിക്കപ്പെടേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ നബിതങ്ങളെ കുറിച്ച് പഠിക്കണം. നബിതങ്ങളോടുള്ള ഇഷ്ഖ് നമ്മുടെ മനസ്സിന്റെ അകത്ത് കൂടണമെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും അവിടുത്തെ വഫാത്തിനെ കുറിച്ച്. നബിതങ്ങളുടെ വഫാത്ത് കേട്ടിട്ട് കരയാത്ത കണ്ണുകളില്ല, നബിതങ്ങളുടെ വഫാത്ത് പറഞ്ഞിട്ട് നിറയാത്ത കണ്ണുകളില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്ത് കേട്ടിട്ടും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തൊരു വേദന ഉണ്ടാകുന്നില്ല എങ്കിൽ, നമ്മുടെ കണ്ണ് നിറയുന്നില്ല എങ്കിൽ, ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നബിതങ്ങളുടെ വഫാത്ത് കേട്ടിട്ട് ഒരൽപ്പം പോലും മനസ്സിന്റെ അകത്ത് വേദന വരുന്നില്ല എങ്കിൽ അവൻ മുസ്ലിം അല്ലെന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. നബിതങ്ങളുടെ വഫാത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്ത്, അത് പറയുന്നത് കൊണ്ടും കേൾക്കുന്നത് കൊണ്ടും നമ്മുടെ ഈമാൻ വർദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എങ്ങനെയാണ് സഹോദരങ്ങളെ നബിതങ്ങളുടെ വഫാത്ത് നടന്നത്? എന്തായിരുന്നു വഫാത്തിന്റെ കാരണം? നബിതങ്ങളുടെ വഫാത്ത് നടന്നപ്പോൾ മദീനയിൽ എന്താണ് ഉണ്ടായത്? നബിതങ്ങളുടെ വഫാത്തിന് ശേഷം ഈ ഉമ്മത്തിന് എന്ത് സംഭവിച്ചു? ഇൻഷാ അല്ലാഹ് 1.5 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ, മദീനത്തെ പള്ളിയിൽ ഒരു ചെറുപ്പക്കാരന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അങ്ങൊന്ന് കടന്നു വരണം, ആ മയ്യത്തിന് ഇമാമത്ത് നിൽക്കണം, ആ മയ്യത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, ആ മയ്യത്തിനെ ഖബറടക്കുന്ന സന്ദർഭത്തിൽ അങ്ങൊന്ന് കടന്നു വന്നിട്ടൊന്ന് ദുആ ചെയ്യണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടുന്ന് ആയിഷ ബീവിയുടെ വീടിന്റെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് അബൂബക്കർ തങ്ങളുടെ കൂടെ മദീനത്തെ പള്ളിയിലോട്ട് കടന്നു വന്നു. മദീനത്തെ മസ്ജിദുൻ നബവിയുടെ മിമ്പറിന്റെ സമീപത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ആ ചെറുപ്പക്കാരന്റെ മയ്യത്തിന് ഇമാമത്ത് നിന്നു. നല്ലതുപോലെ ആ ചെറുപ്പക്കാരന്റെ മയ്യത്തിന് ഇമാമത്ത് നിന്ന് നമസ്കരിച്ചിട്ട് ആ ചെറുപ്പക്കാരന്റെ ജനാസയുമായിട്ട് മറ്റു സ്വഹാബത്ത് ജന്നത്തുൽ ബഖീ എന്ന ഖബർസ്ഥാനിലോട്ട് പോകുമ്പോൾ പതിവില്ലാതെ അല്ലാഹുവിന്റെ റസൂലും ആ ജനാസയെ അനുഗമിച്ച് ഖബർസ്ഥാനിലോട്ട് നടന്നു. ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ആ മയ്യത്തുമായിട്ട് ജന്നത്തുൽ ബഖീഇന്റെ ആ ഖബർസ്ഥാനിലോട്ട് കടന്നു വരുമ്പോ ഖബർ പരിപൂർണമായിട്ടും കുഴിച്ച് കഴിഞ്ഞിട്ടില്ല. മയ്യത്തിനെ താഴെ വെച്ച് ഖബർ കുഴിച്ച് തീരുന്നത് വരെ അല്ലാഹുവിന്റെ റസൂല് കാത്തു നിൽക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് കാത്തു നിൽക്കുകയാണ്. ഖബർ കുഴിച്ച് കഴിയുന്നത് വരെയും അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ മിണ്ടാതിരുന്നു. സ്വഹാബത്ത് എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്. കാരണം ഖബർസ്ഥാനാണ്, അവിടെ ദുനിയവിയായ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല, അവിടെ ദുനിയവിയായ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഒരൽപ്പ സമയത്തിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിങ്ങനെ നിറയാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിടുന്നു പറയുകയാണ്, നബിതങ്ങളുടെ കണ്ണിൽ നിന്നും ധാരധാരയായിട്ട് കണ്ണുനീരിങ്ങനെ ഒഴുകാൻ തുടങ്ങുകയാണ്. വല്ലാണ്ട് കരയാൻ ആരംഭിക്കുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്,
എന്തിനാണ് നബിയെ ഇങ്ങനെ വല്ലാണ്ട് കരയുന്നത്? എന്തിനാണ് നബിയെ ഇങ്ങനെ വല്ലാണ്ട് കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ അഇദ്ദൂ ലിമിസ്ലി ഹാദാ, ഖബറിലോട്ട് ഇറക്കി വെക്കാൻ ഈ മയ്യത്ത് കാത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടോ സ്വഹാബ? നമ്മളെല്ലാവരും ഈ മയ്യത്തിനെ ഖബറടക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. തന്നെ എടുത്തു വെക്കേണ്ട ഖബറിലോട്ട് അതാ കാത്തിരിക്കുന്ന ഈ മയ്യത്തിനെ നിങ്ങൾ കണ്ടോ സ്വഹാബ? അഇദ്ദൂ ലിമിസ്ലി ഹാദാ, ഇതുപോലെ ഒരു ദിവസം നമ്മളും പോകാനുള്ളതാണല്ലോ. ഇതുപോലെ ഒരു ദിവസം നമ്മളും പോകാനുള്ളതാണല്ലോ. അതിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങണേ സ്വഹാബ. ഏത് സമയത്തും മലക്കുൽ മൗത്ത് കടന്നു വന്നാലും സന്തോഷത്തോടുകൂടി ലോകത്ത് നിന്ന് വിട പറയാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണേ സ്വഹാബ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഉറക്ക ഉച്ചരിച്ച് മരിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണേ സ്വഹാബ. അവിടുന്ന് നബി തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് മരണത്തെക്കുറിച്ചൊരു വാള് പറയുകയാണ്. സാധാരണ മയ്യത്തിനെ ഖബറടക്കുന്ന സമയത്ത് നബി തങ്ങൾ സംസാരിക്കാറില്ല, നബി തങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. പതിവിന് വിപരീതമായിട്ട് അന്ന് അല്ലാഹുവിന്റെ റസൂൽ മരണത്തെക്കുറിച്ച് പറഞ്ഞു. കേട്ട് നിന്ന സ്വഹാബത്തെല്ലാവരും കരയാൻ തുടങ്ങുകയാണ്. ഖബറിന്റെ ഭീകരതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അബൂബക്കർ തങ്ങൾ വല്ലാണ്ട് കരഞ്ഞു, ഉമർ തങ്ങളും വല്ലാണ്ട് കരഞ്ഞു, സ്വഹാബത്തെല്ലാവരും വല്ലാണ്ട് കരഞ്ഞ ഒരു ദിവസമാണ്. മയ്യത്തിനെ ഖബറടക്കിയിട്ട് ദുആ ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലോട്ട് നടന്നു പോവുകയാ. ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് ഖബറിലോട്ട് ഇറക്കി വെച്ച് ദുആ ചെയ്തിട്ട് ആയിഷ ബീവിയുടെ വീട്ടിലോട്ട് നബി തങ്ങൾ മടങ്ങി പോവുകയാണ്. സഹോദരങ്ങളെ, ആയിഷ ബീവിയുടെ വീട്ടിലോട്ട് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ എന്റെ തല വല്ലാതെ വേദനിക്കുന്നു ആയിഷ. വെയില് കൊണ്ടത് കൊണ്ടാകാം ആയിഷ, ഒരുപാട് വെയില് കൊണ്ടല്ലോ, ചൂട് കൊണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം എന്റെ തല വേദനിക്കുന്നത്. ഞാനൊന്ന് കിടക്കട്ടെ ആയിഷ. ആയിഷ ബീവി വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് വെള്ളം കുടിക്കുകയാണ്. വെള്ളം കുടിച്ചു. അവിടുന്ന് വീണ്ടും വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ നിന്നും ബാങ്ക് കേൾക്കുകയാണ്. തന്റെ രോഗം വകവയ്ക്കാതെ, തന്റെ തലവേദന വകവയ്ക്കാതെ നബിതങ്ങൾ മസ്ജിദുൻ നബവിയിലോട്ട് കടന്നു വന്നു. നൂറുകണക്കിന് സ്വഹാബത്തിനെ പിറകിൽ നിർത്തിക്കൊണ്ട് നബിതങ്ങൾ ഇമാമത്ത് നിന്നു. രോഗം കൂടുകയാണ്, രോഗം കൂടുകയാണ്. തലവേദന മാറിയിട്ട് പനിയാവുകയാണ്, മാറാത്ത പനിയാണ്. എന്തു മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല, ഏത് വൈദ്യന്മാര് ചികിത്സിച്ചിട്ടും മാറുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന് പനി കൂടുകയാണ് സഹോദരാ. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂല് മസ്ജിദുൻ നബവിയിലേക്ക് വരുന്നത് മുടക്കിയിട്ടില്ലോ, നിസ്കാരം മുടക്കിയിട്ടില്ലോ. പനി മൂർച്ഛിച്ചിട്ടും അല്ലാഹുവിന്റെ റസൂല് മദീനത്തെ പള്ളിയിലോട്ട് കടന്നു വന്നിട്ട് നമസ്കരിക്കുമായിരുന്നു. നബിതങ്ങളുടെ വഫാത്തിന്റെ ആദ്യമുണ്ടായത്, വഫാത്തിന് കാരണമായ രോഗങ്ങൾക്ക് ആദ്യത്തെ കാരണം തലവേദനയാണ്. ആ തലവേദന മാറി പിന്നീട് പനിയായി, പനി മൂർച്ഛിച്ചു. പല മരുന്നുകളും കഴിച്ചു നോക്കി, അള്ളാന്റെ റസൂലിന്റെ പനി മാറുന്നില്ല. നബിതങ്ങൾ എന്നാലും മസ്ജിദുൻ നബവിയിൽ വന്ന് നിസ്കരിച്ചിരുന്നു. സ്വഹാബത്തിന് ഇമാമത്ത് നിന്ന് നമസ്കരിച്ചിരുന്നു. ഒരു സ്വഹാബത്തിനെയും അല്ലാഹുവിന്റെ റസൂൽ നിരാശരാക്കിയിട്ടില്ല. എല്ലാവരും കടന്നു വരുന്നത് നബിതങ്ങളുടെ പിറകിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടിയാണ്. ആ ഒരു പ്രതീക്ഷ എപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും ആർക്കും ഒരു നിരാശ കൊടുത്തില്ല. എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന സമയം അത്രയും അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ വന്നു. സ്വഹാബത്തിന് ഇമാമത്ത് നിന്ന് നിസ്കരിച്ചു. സ്വഹാബത്തിന് ഇമാമത്ത് നിന്ന് നിസ്കരിച്ചു. റബീഉൽ അവ്വൽ 12-നാണ് അല്ലാഹുവിന്റെ റസൂൽ വിട പറയുന്നത്.
റബീഉൽ അവ്വൽ 8-ന്റെ അന്ന് മഗ്രിബ് നമസ്കാരത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് ഇമാമത്ത് നിന്ന് നമസ്കരിച്ച് സലാം വീട്ടി ദുആ ചെയ്തിട്ട് ആയിഷ ബീവിയുടെ വീട്ടിലോട്ട് മടങ്ങുകയാണ്. അതാ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ക്ഷീണമുണ്ട്, നല്ലതുപോലെ പനിയുണ്ട്. നബി തങ്ങളതാ വീട്ടിലോട്ട് വന്ന ഉടനെ ആയിഷ ബീവിയുടെ ശരീരത്തിലോട്ട് ബോധക്ഷയം ബാധിച്ചു തലകറങ്ങി വീഴുകയാ. നബി തങ്ങളതാ അവിടുന്ന് തലകറങ്ങി ബോധക്ഷയം ബാധിച്ച് വീഴുകയാണ്. ബോധം വന്നു, വീണ്ടും ബോധം കെടുന്നു. 4 പ്രാവശ്യമാണ് അല്ലാഹുവിന്റെ റസൂലിൻ തലകറങ്ങി താഴെ വീണത്. 4 പ്രാവശ്യവും അല്ലാഹുവിന്റെ ഹബീബ് തലകറങ്ങി താഴെ വീണു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കവിളിലോട്ട് അതാ വായിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. നബി തങ്ങളുടെ മുഖത്തോട്ട് വെള്ളം തളിച്ചു കൊടുത്തു. എഴുന്നേക്ക് നബിയേ, ഇശാഇന്റെ ബാങ്ക് കൊടുത്തു നബിയേ. സ്വഹാബത്തെല്ലാവരും അങ്ങേ കാത്തിരിക്കുകയാണ്. കണ്ണു തുറക്ക് നബിയേ, കണ്ണു തുറക്ക് നബിയേ. ബോധക്ഷയം ബാധിച്ചു ബോധം കെട്ട് കിടന്നുറങ്ങുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്ത് വെള്ളം തളിച്ചുകൊണ്ട് ആയിഷ ബീവി അവിടെന്ന് പറയുമ്പോൾ അതാ അല്ലാഹുവിന്റെ റസൂല് കണ്ണു തുറക്കുകയാണ്. ആയിഷ ബീവിയോട് ചോദിക്കുന്നു, ആയിഷ, എന്റെ സ്വഹാബത്ത് ഇശാ നമസ്കരിച്ചോ? ആയിഷ, എന്റെ സ്വഹാബത്ത് ഇശാ നമസ്കരിച്ചോ? ആയിഷ, ഇല്ല നബിയേ, അങ്ങയെ കാത്തിരിക്കുകയാണ്, അങ്ങയെ കാത്തിരിക്കുകയാണ്. ഇല്ല ആയിഷ, എന്നെ കാത്തിരിക്കണ്ടെന്ന് പറ ആയിഷ. എന്നെ കൊണ്ട് വയ്യ ആയിഷ, നടക്കാൻ കഴിയുന്നില്ല ആയിഷ. നിന്റെ ഉപ്പ അബൂബക്കറിനെ ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറ ആയിഷ. അതാ ആയിഷ ബീവി അബൂബക്കർ തങ്ങളുടെ അരികിലോട്ട് കടന്നു ചെന്നു. ഉപ്പാടെ അരികിലോട്ട് കടന്നു ചെന്നിട്ട് പറഞ്ഞു, ഉപ്പാ, നബി തങ്ങൾ വിളിക്കുന്നുണ്ടെന്നങ്ങോട്ട് കടന്നു വരണം. അബൂബക്കർ തങ്ങൾ ഓടി വരികയാണ്. നബി തങ്ങൾ പറഞ്ഞു, അബൂബക്കറേ, മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്വഹാബത്തിന് നിങ്ങൾ ഇമാമത്ത് നിൽക്കണം. അബൂബക്കറേ, എന്നെ കൊണ്ട് കഴിയില്ല സിദ്ദീഖ്, എന്നെ കൊണ്ട് കഴിയില്ല സിദ്ദീഖ്. അതാ മനസ്സില്ല മനസ്സോടെ അബൂബക്കർ തങ്ങൾ അവിടുന്ന് ഇമാമത്ത് നിൽക്കുകയാണ്. ആദ്യമായിട്ട് അല്ലാഹുവിന്റെ റസൂല് മദീനയിൽ ഉണ്ടായിട്ടും അവിടുന്ന് ഇമാമത്ത് നിൽക്കാതെ മദീനത്തെ പള്ളിയിൽ നമസ്കാരം നടന്നു. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് സലാം വീട്ടുന്നത് വരെയും അബൂബക്കർ തങ്ങൾ വല്ലാത്ത കരച്ചിലായിരുന്നു, വല്ലാണ്ട് നിലവിളിക്കുകയായിരുന്നു. ഇല്ല അല്ലാ, ഞങ്ങളുടെ ഹബീബ് നാട്ടിലുണ്ടായിട്ടും അവിടുന്ന് ഇമാമത്ത് നിൽക്കാതെ ഞങ്ങളെ കൊണ്ട് നമസ്കരിക്കാൻ കഴിയുന്നില്ല റബ്ബേ. സ്വഹാബത്തെല്ലാവരും വെപ്രാളപ്പെടുകയാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് തളർന്നു പോയല്ലോ. ഇനി പഴയതുപോലെ മദീനത്തെ പള്ളിയിൽ കടന്നു വന്നിട്ട് ഇമാമത്ത് നിൽക്കാൻ കഴിയുകയില്ല. അതാ സ്വഹാബത്തെല്ലാവരും നബി തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ചരിത്രത്തിൽ കാണാം സഹോദരാ, മദീനത്ത് മസ്ജിദുൻ നബവിയുടെ സമീപത്തുണ്ടായിരുന്ന ആയിഷ ബീവിയുടെ വീടിന്റെ സമീപത്ത് സ്വഹാബത്ത് ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുമായിരുന്നു. സ്വഹാബത്ത് വരിവരിയായിട്ട് നിൽക്കുമായിരുന്നു. കാരണം അല്ലാഹുവിന്റെ റസൂല് രോഗിയാണ്, രോഗിയെ സന്ദർശിക്കണമല്ലോ, അതിന് വലിയ പ്രതിഫലമുണ്ടല്ലോ. ആ പ്രതിഫലം കിട്ടുവാൻ വേണ്ടി സ്വഹാബത്ത് ആയിഷ ബീവിയുടെ വീടിന്റെ മുന്നിൽ വരിവരിയായിട്ട് നിൽക്കും. അങ്ങനത്തെ ഒരവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗിയാണ്, വല്ലാണ്ടിരിക്കുകയാണ്, വയ്യായ്മയാണ്. നബി തങ്ങളെ സന്ദർശിക്കണം. നബി തങ്ങളെ സന്ദർശിച്ച് അവിടുന്ന് കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. കാരണം ദഅവത്തുൽ മരീദ്, രോഗിയുടെ ദുആക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ഉത്തരമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗിയെ സന്ദർശിക്കണം. നമ്മുടെ ഈ മഹല്ലിന്റെ പേരെന്താ?
പേരെടുക്ക. ഈ പേരെടുക്ക മഹല്ലിൽ എത്ര രോഗികൾ ഉണ്ടാകും, എത്ര കിഡ്നി പേഷ്യന്റുകൾ ഉണ്ടാകും, എത്ര ഹൃദയ രോഗികൾ ഉണ്ടാകും, എത്ര പാവങ്ങൾ ഉണ്ടാകും. ഞാൻ ഈ ചരിത്രം വെറുതെ പറഞ്ഞു പോകലല്ല, അതിലുള്ള എന്തെങ്കിലും ഒരു ഗുണപാഠം കൂടി നമുക്ക് പഠിക്കാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളെന്താ മനുഷ്യന്മാരെ ഖബർസ്ഥാനിൽ കയറിയിരിക്കണമല്ലോ, ഒരു ആമീനെങ്കിലും പറയുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒന്ന് ഉഷാറായിട്ടിരിക്കണം ഇൻഷാ അല്ലാഹ്. വെറുതെ ആ ചരിത്രം മാത്രം പറഞ്ഞു പോയ പോരാ. നബിതങ്ങളുടെ വഫാത്ത് ഇങ്ങനെ ചരിത്രം കേട്ടു, അങ്ങേര് വന്നിട്ട് എന്ത് പറഞ്ഞു, ഒരു കഥാപ്രസംഗം നടത്തിയിട്ട് പോയി, അങ്ങനെയല്ല. ആ ചരിത്രത്തിൽ നിന്നും ഒരു ഗുണപാഠം നമുക്ക് പഠിക്കാൻ സാധിക്കണം. രോഗിയെ സന്ദർശിക്കണം, അതിന് വലിയ മഹത്വമുണ്ട്. രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ, പഠിച്ചു വെച്ചോളിൻ. രാവിലെ ഒരാൾ സുബഹി നമസ്കരിച്ചിട്ട് അൽഹംദുലില്ലാ ഈ നാട്ടിലൊരു രോഗിയുണ്ട്, രോഗം പിടിച്ച് കിടപ്പായി കിടക്കാണ്, വല്ലാണ്ടൊരവസ്ഥയിലാണ്, ആ മനുഷ്യനെ സന്ദർശിക്കാൻ വേണ്ടി നീ സുബഹി നിസ്കരിച്ചിട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ ആ രോഗിയുടെ വീടിന്റെ അരികിലോട്ട് നീ കടന്നു ചെല്ലുന്ന സമയമത്രയും 70,000 മലക്കുകൾ വാനലോകത്ത് നിന്ന് ദുആ ചെയ്യുന്നു. അല്ലാ, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. പ്രഭാതത്തിൽ സുബഹി നമസ്കരിച്ചതിന് ശേഷം രോഗിയുടെ വീട്ടിലോട്ട് കടന്നു പോകുന്ന സഹോദരാ, ആ രോഗിയെ സന്ദർശിച്ചിട്ട് നീ മടങ്ങി നിന്റെ വീട്ടിലോട്ട് വരുന്ന സമയമത്രയും 70,000 മലക്കുകൾ ആകാശത്തിരുന്നു കൊണ്ട് പറയുകയാണ്, ഇവന് നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഇവന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. രോഗിയെ സന്ദർശിച്ചതിന് ശേഷം രോഗിയുടെ വീടിന്റെ വെളിയിലോട്ടിറങ്ങുമ്പോൾ അർശിന്റെ ഭാഗത്ത് നിന്നൊരു മലക്ക് പറയുമത്രേ, തബവ്വഅതു മൻസിലൻ ഫിൽ ജന്ന. നോക്കുമോനെ, സ്വർഗത്തിൽ നിനക്കൊരു ഇരിപ്പിടം തയ്യാറായിട്ടുണ്ട്. രോഗിയെ സന്ദർശിക്കുന്നവന് സ്വർഗത്തിൽ ഇരിപ്പിടമുണ്ട്. ഇത് ഞാനല്ല പറയുന്നത്, 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നേ വരെ കള്ളം പറയാത്ത നാവിന്റെ ഉടമ, എന്റെയും നിങ്ങളുടെയും ഖൽബിന്റെ ജേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. 70,000 മലക്കുകൾ പ്രഭാതത്തിൽ രോഗിയെ സന്ദർശിച്ചിട്ട് വൈകുന്നേരം വരെ മഗ്രിബിന്റെ സമയം വരെയും 70,000 മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാ. ഇനി ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ക്ഷീണത്തോടുകൂടി നീ വീട്ടിലോട്ട് കടന്നു വരുമല്ലോ. വൈകുന്നേരം ക്ഷീണിച്ച് വീട്ടിലോട്ട് കടന്നു വരുമ്പോ ഭാര്യ സന്താനങ്ങളെ കൂട്ടിക്കൊണ്ടൊരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി കടന്നുപോയാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? വൈകുന്നേരം മുതൽ നാളെ സുബ്ഹിയുടെ ബാങ്ക് മുഴുകുന്ന സമയമത്രയും വാനലോകത്ത് 70,000 മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമത്രേ. അതുകൊണ്ട് ഈ പേരെടുക്ക ഭാഗത്ത് എത്ര ക്യാൻസർ രോഗികളുണ്ടോ, എത്രയോ കിഡ്നി പേഷ്യന്റുകളുണ്ടോ, പുറമേ ചിരിച്ചുകൊണ്ട് നടക്കുന്ന പല ചെറുപ്പക്കാരുടെയും വീടിന്റെ അകത്ത് വലിയ വലിയ പ്രതിസന്ധികളാണ്, വലിയ വലിയ രോഗങ്ങളാണ്. രോഗികളെ കണ്ടില്ലെന്ന് നടിക്കല്ല ഉപ്പാ. എന്റെ കുടുംബത്തിൽ ആരും രോഗികളല്ല, എന്റെ കുടുംബത്തിൽ ക്യാൻസർ ഇല്ല, എന്റെ കുടുംബത്തിൽ കിഡ്നി പേഷ്യന്റുകളില്ല. മറ്റാൾക്കാരുടെ കുടുംബത്തിന്റെ അകത്തെ കാര്യം ഞാൻ എന്തിനു നോക്കണം ഉസ്താദേ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, റബ്ബിന് നമ്മളെയും പരീക്ഷിക്കാൻ ഒരുപാട് സമയം വേണ്ട. നമുക്കും അല്ലാഹു ഒരു പരീക്ഷണം തരാൻ ഒരുപാട് സമയം വേണ്ട. പടച്ചവനെ നിനക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ സഹോദരോ? പടച്ചവനെ നമുക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? പടച്ചവനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, നാളെ പരലോകത്തോട്ടൊരു മനുഷ്യൻ കടന്നു വരികയാണ്. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ച മനുഷ്യനാണ്, രോഗികളെ സന്ദർശിക്കാത്തവനാണ്, പാവങ്ങളെ സഹായിക്കാത്തവനാണ്. അവൻ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സമക്ഷത്തിലോട്ട് കടന്നു വരുമ്പോ അല്ലാഹു ചോദിക്കുകയാണ്, ദുനിയാവിൽ എന്നെ നീ സന്ദർശിക്കാൻ വരാത്തതെന്താണ്?
ദുനിയാവിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ, എന്നെ നീ സന്ദർശിക്കാൻ കടന്നു വരാത്തതെന്താണ്? ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുമത്ര, അല്ലാ, ദുനിയാവിൽ നിന്നെ ഞാൻ കണ്ടില്ല റബ്ബേ, നീ എവിടെയായിരുന്നു അല്ലാ, നീ എവിടെയായിരുന്നു? നിന്നെ ഞാൻ കണ്ടിട്ടില്ല. നീ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കാണാൻ ഞാൻ കടന്നു വരുമായിരുന്നല്ലോ. അല്ലാഹു ആ മനുഷ്യനോട് പറയുകയാണ്, പേരെടുക്കയിൽ ഇന്ന കുടുംബത്തിൽ ഒരു മനുഷ്യൻ രോഗിയായത് നീ അറിഞ്ഞില്ലേ? ഇന്ന മനുഷ്യന്റെ കിഡ്നി ഫെയിലായത് നീ അറിഞ്ഞില്ലേ? ഇന്ന മനുഷ്യന് ക്യാൻസർ വന്നത് നീ അറിഞ്ഞില്ലേ? ഇന്ന മനുഷ്യന് ഇന്ന രോഗം വന്നത് നീ അറിഞ്ഞില്ലേ? രോഗം മൂർച്ഛിച്ചിട്ട് നടക്കാൻ പോലും വയ്യാതെ വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിച്ചത് നീ അറിഞ്ഞില്ലേ? ആ മനുഷ്യൻ പറയുന്നു, അല്ലാ, ഞാൻ അറിഞ്ഞിരുന്നു റബ്ബേ, ഇന്ന മനുഷ്യർക്ക് രോഗമായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നു അല്ലാ. പിന്നെന്തേ നീ അവരെ സന്ദർശിക്കാൻ വേണ്ടി പോകാതിരുന്നത്? ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയും, പടച്ചവനെ, എൻ്റെ ജോലി തിരക്കുകൾ കാരണമായിട്ടാണ്, എൻ്റെ ഓരോ തിരക്കുകൾ കാരണം എനിക്കവരെ സന്ദർശിക്കാൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് അല്ലാഹു കൊടുക്കുന്ന മറുപടി എന്തെന്നറിയുമോ? നീ ആ രോഗിയെ സന്ദർശിച്ചിരുന്നെങ്കിൽ, നീ ആ രോഗിയുടെ അരികിലോട്ട് കടന്നു പോയിരുന്നെങ്കിൽ അവിടെ നിനക്കെന്നെ കാണാൻ കഴിയുമായിരുന്നുവെന്ന് അല്ലാഹു ആ മനുഷ്യനോട് പറയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. രോഗിയുടെ സമക്ഷത്തിൽ അല്ലാഹു ഉണ്ടടോ. രോഗിയെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം ഉപ്പാ. നമ്മുടെ ദുആഇനേക്കാളും പവറാണ് രോഗിയുടെ ദുആ. കാരണം നബിതങ്ങൾ പറയുകയാണ്, 3 വിഭാഗത്തിന്റെ ദുആക്ക് അല്ലാഹു തീർച്ചയായിട്ടും ഉത്തരം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 വിഭാഗത്തിന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകും. പഠിച്ചു വെച്ചോ. 1 ദഅവത്തുൽ വാലിദി ലിവലദിഹി. നമുക്ക് വേണ്ടി നമ്മുടെ വാപ്പയും ഉമ്മയും ദുആ ചെയ്തു കഴിഞ്ഞാൽ, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും നമുക്ക് വേണ്ടി ദുആ ചെയ്തു കഴിഞ്ഞാൽ വല്ലാഹി വല്ലാഹ് ആ ദുആ അല്ലാഹു സ്വീകരിക്കും. 2ാമത്തെ വിഭാഗം വദഅവത്തുൽ മരീദ്, നിത്യരോഗിയുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. ചില ആളുകളുടെ വീട്ടിലോട്ട് പോകാറുണ്ട്. അല്ലാഹുവേ, വലിയ രോഗങ്ങളൊക്കെ പിടിച്ച് കിടപ്പായിരിക്കും. ആ മനുഷ്യരുടെ അരികിലോട്ട് പോയിട്ട് നമ്മൾ അവരെ ആശ്വസിപ്പിക്കുമ്പോൾ അവര് തിരിച്ച് നമ്മളെ ആശ്വസിപ്പിക്കും. അങ്ങനത്തെ ചില രോഗികളുണ്ട്. ഷുഗർ കൂടിയിട്ട് കാല് മുറിച്ചു മാറ്റപ്പെട്ട ഒരു പ്രിയപ്പെട്ട പിതാവിന്റെ വീട്ടിലോട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തൊരു വീട്ടിലോട്ട് പോയി. ഷുഗർ കൂടിയിട്ട് കാല് മുറിച്ചു മാറ്റിയ ഒരു പ്രിയപ്പെട്ട പിതാവ്. അല്ലാ, ഞാൻ ആ വീട്ടിലോട്ട് പോയപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് കരുതിയത് ആ പ്രിയപ്പെട്ട പിതാവ് അള്ളാഹുവിനെ കുറിച്ച് കുറ്റം പറയുമെന്ന. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടുകൾ ആ മനുഷ്യനുണ്ട്. പ്രവാസിയായിരുന്നു, ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ച മനുഷ്യൻ. എല്ലാം വിറ്റ് ചികിത്സിച്ചിട്ടും രോഗം ഭേദമാകുന്നില്ല. ഞാൻ ആ മനുഷ്യന്റെ കിടക്കുന്ന കട്ടിലിന്റെ സൈഡിൽ ചെന്നിരുന്നു. അല്ലാഹുവേ, മുറിച്ചു മാറ്റാത്ത ആ കാല് ഞാൻ ഇങ്ങനെ പതിയൊന്ന് തടവി കൊടുത്തു. ഞാൻ പറഞ്ഞു, സങ്കടപ്പെടണ്ട, അല്ലാഹു നാളെ പരലോകത്ത് വലിയ പ്രതിഫലം തരും. ആ മനുഷ്യൻ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ട് പറയാണ്, ഞാൻ എന്തിനു സങ്കടപ്പെടണം ഉസ്താദേ? ജീവിതത്തിൽ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തില്ലേ? എന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരാൻ വേണ്ടിയായിരിക്കും എനിക്ക് ഈ പരീക്ഷണങ്ങൾ അല്ലാഹു തന്നത്. അല്ലാഹു ഒരു മുസ്ലിമായ മനുഷ്യനെ പരീക്ഷിക്കുന്നത് കൊണ്ട് അവൻ അല്ലാഹു ഒരുപാട് നേട്ടങ്ങൾ വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങളൊക്കെ വഅദ് പറയുന്നില്ലേ? ആ നേട്ടങ്ങൾ നാളെ പരലോകത്ത് കിട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന് എന്റെ കൈ പിടിച്ചു പറഞ്ഞ ആ പ്രിയപ്പെട്ട പൊന്നുപ്പ, അല്ലാഹുവേ, നീ ശിഫാ കൊടുക്കണേ റഹ്മാനെ, നീ ശിഫാ കൊടുക്കണേ അല്ലാ. നമുക്ക് അല്ലാഹു തരുന്ന ഒരു പ്രതിസന്ധിയും ഒരു പ്രയാസവും വെറുതെയാകില്ല സഹോദര. നമ്മളൊരു നല്ല മുസ്ലിമാണെങ്കിൽ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കാലിന്റെ അടിയിൽ ഒരു ചെറിയ മുള്ള് തറച്ചിട്ട് ആ വേദന കൊണ്ട് നമ്മൾ പ്രയാസപ്പെടുന്ന സമയം അത്രയും അല്ലാഹു ഓരോ നന്മകൾ നമുക്ക് എഴുതിക്കൊണ്ടിരിക്കുമെന്ന് പഠിപ്പിച്ചു തന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നടന്നു പോകുമ്പോ കാലിന്റെ അടിയിൽ ഒരു മുള്ള്, അങ്ങനെയല്ലേ പറയണേ, മുള്ളെന്നല്ലേ പറയണത്,
ആ മുള്ള് തറച്ചിട്ട് ആ വേദന അനുഭവിക്കുന്ന ഓരോ സെക്കൻഡിനും അള്ളാഹു ഓരോ നന്മകൾ തരും. ഒരു പ്രയാസവും വെറുതെയാകില്ല, ഒരു പ്രയാസവും വെറുതെയാകില്ല. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രതിസന്ധികളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? പരീക്ഷണങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും ഇല്ല, ബുദ്ധിമുട്ടും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഈ മജ്ലിസിലുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. കാണാൻ കൊതിയുള്ളത് കൊണ്ട് ആരുമില്ല, എല്ലാവർക്കും ഉണ്ട്. എന്തെങ്കിലും ഒരു തരത്തിൽ പ്രയാസമുണ്ട്. ഒന്നില്ലെങ്കിൽ കടം, അതല്ലെങ്കിൽ മക്കൾക്ക് രോഗം, അതല്ലെങ്കിൽ ഭാര്യയെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവർ. വലിയ ബിസിനസ്സുകൾ ഉള്ളവരായിരിക്കും, കുടുംബം പരാജയത്തിലായിരിക്കും. ഇനി നല്ല കുടുംബം ഉള്ളവരായിരിക്കും, പടച്ചവരെ നല്ല ബിസിനസ്, നല്ല എല്ലാം ഉള്ളതായിരിക്കും. പക്ഷെ മക്കൾ വേറൊരു കോലത്തിൽ, പ്രതീക്ഷിച്ചതുപോലെ ആവില്ല. അപ്പൊ എന്തെങ്കിലും ഒരു പ്രയാസം അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ തരും. അതാണ് ജീവിതം. സുഖിക്കാൻ മാത്രമുള്ളതല്ല ദുനിയാവിലെ ജീവിതം. ചില പരീക്ഷണങ്ങളൊക്കെ അനുഭവിക്കാൻ കൂടിയുള്ളതാണ്. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗിയെ സന്ദർശിക്കണം. അതുകൊണ്ടാണ് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി കടന്നു വന്നത്. സ്വഹാബത്ത് നബി തങ്ങളെ സന്ദർശിക്കുമായിരുന്നു. റബീഉൽ അവ്വൽ 8ന്റെ അന്ന് മഗ്രിബിന്റെ അന്ന് കിടപ്പായി പോയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് സന്ദർശിച്ചു കൊണ്ടേയിരുന്നു. യാ അല്ലാഹ്, അതാ റബീഉൽ അവ്വൽ 11 റബീഉൽ അവ്വൽ 11 നാളെ 12ന്റെ പുലരിയാണ്. തലേ ദിവസം മഗ്രിബ് നമസ്കരിച്ചിട്ട് സ്വഹാബത്ത് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, സിദ്ദീഖ്, 2 സ്വഹാബിമാരെ എൻ്റെ വീട്ടിലോട്ട് നിങ്ങളൊന്ന് പറഞ്ഞു വിടണേ. 2 സ്വഹാബിമാരെ നിങ്ങൾ എൻ്റെ വീട്ടിലോട്ടൊന്ന് പറഞ്ഞു വിടണേ. അവരുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ മദീനത്തെ പള്ളിയിലോട്ട് വരാം. എൻ്റെ സ്വഹാബത്തിനെ കാണാൻ കൊതിയാകുന്നു സിദ്ദീഖ്. എൻ്റെ സ്വഹാബത്തിനോടൊന്ന് മിണ്ടാൻ കൊതിയാകുന്നു സിദ്ദീഖ്. അതാ 2 സ്വഹാബിമാര് നബി തങ്ങളുടെ വീട്ടിലോട്ട് കടന്നു വന്നു. അവരുടെ 2 പേരുടെയും തോളിലോട്ട് തന്റെ 2 കൈയെടുത്തിട്ട് അതാ അവിടത്തെ കാല് വലിച്ചിഴച്ചുകൊണ്ട് മദീനത്തെ പള്ളിയിലോട്ട് അള്ളാന്റെ റസൂല് കടന്നു വരികയാണ്. 2 സ്വഹാബിമാരുടെ തോളിലോട്ട് അവിടുന്ന് 2 കൈയെടുത്തിട്ടു. അള്ളാന്റെ റസൂലിന് കാല് നിലത്തു കുത്താൻ സാധിക്കുന്നില്ല, കാല് നിലത്തു കുത്താൻ സാധിക്കുന്നില്ല. തറയിലൂടെ ആ കാലിങ്ങനെ ഒരച്ചുകൊണ്ടാണ് അള്ളാന്റെ ഹബീബ് മസ്ജിദുൻ നബവിയിലോട്ട് വന്നത്. അതാ 10 വർഷം ഖുത്ബ ഓതിയ മിമ്പറിന്റെ പടിയിൽ അള്ളാന്റെ റസൂൽ ഇരിക്കുകയാണ്. മിമ്പറിന്റെ പടിയിൽ ഇരുന്നു കൊണ്ട് സ്വഹാബത്തിനോട് സലാം പറയുന്നു. സ്വഹാബ, അസ്സലാമു അലൈക്കും യാ സ്വഹാബ. സ്വഹാബത്തെല്ലാവരും കരഞ്ഞുകൊണ്ട് സലാം മടക്കുകയാണ്. എല്ലാവരോടും സുഖവിവരങ്ങൾ ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. അല്ല സ്വഹാബ, നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറുപടി പറയുമോ സ്വഹാബ? അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ചോദിക്ക് നബിയെ, ഞങ്ങൾ മറുപടി പറയാം. അതാ അവിടുന്ന് തന്റെ സ്വഹാബത്തിനോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? ഈ ദുനിയാവിലെ ഏറ്റവും നല്ല മനുഷ്യനോട് അല്ലാഹു ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമാണ് ഞാൻ നിങ്ങളോടും ചോദിക്കുന്നത്. അല്ലാഹു ചോദിച്ചത് എന്തെന്നറിയുമോ? മരണമില്ലാതെ ദുനിയാവിൽ തുടരണോ, അതെല്ലാം മരിച്ച് സ്വർഗത്തിലോട്ട് കടന്നു പോകണോ? മരണമില്ലാതെ ഖിയാമത്ത് നാൾ വരെ ഈ ദുനിയാവിൽ തുടരണോ, അതെല്ലാം മരിച്ചിട്ട് നേരെ സ്വർഗത്തിലോട്ട് കടന്നു പോണോ എന്ന് അല്ലാഹു നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു മറുപടി കൊടുക്കും സ്വഹാബ? സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും അനുഭവിച്ച് ഖിയാമത്ത് നാൾ വരെ ഈ ദുനിയാവിൽ
ജീവിക്കുന്നതിനേക്കാളും നല്ലതല്ലേ മരിച്ചിട്ട് നേരെ സ്വർഗത്തിലോട്ട് കടന്നു പോകുന്നത്? അതുകൊണ്ട് ഞങ്ങൾ മരണം തെരഞ്ഞെടുക്കും നബിയേ. ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരിച്ചിട്ട് സ്വർഗത്തിലോട്ട് പോകലാ നബിയേ. സ്വഹാബത്തെല്ലാവരും ഉത്തരം പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂല് ചിരിച്ചുകൊണ്ട് പറയുന്നു, സ്വഹാബ, അള്ളാഹു ചോദ്യം ചോദിച്ച ആ മനുഷ്യനുണ്ടല്ലോ, അള്ളാഹു ചോദിച്ച ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനും നിങ്ങൾ പറഞ്ഞതുപോലെയാണ് പറഞ്ഞത് സ്വഹാബ. ആ മനുഷ്യനും മരിച്ചിട്ട് സ്വർഗം വേണമെന്നാണ് അള്ളാഹുവിനോട് പറഞ്ഞത്. തങ്ങളുടെ ഉത്തരം ശരിയായി എന്ന് കേട്ടപ്പോൾ, തങ്ങൾ പറഞ്ഞതെല്ലാം ശരിയായി എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വഹാബത്തെല്ലാവരും ചിരിക്കാൻ തുടങ്ങി. പക്ഷേ സിദ്ദീഖ് തങ്ങൾ മാത്രം കരയുകയാ. ഈ ഉത്തരം കേട്ടിട്ട് സിദ്ദീഖ് തങ്ങൾ അവിടെ ഇരുന്ന് കരയുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖ്, എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ കരയുന്നത് സിദ്ദീഖ്? ഉമർ തങ്ങളും ചോദിച്ചു, അല്ല സിദ്ദീഖ്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, ഉമറേ, അള്ളാഹുവിന്റെ ഹബീബിനോട് അള്ളാഹു ചോദിച്ച ചോദ്യമാ ഉമറേ. ഈ ദുനിയാവിലെ ഏറ്റവും നല്ല മനുഷ്യനോടല്ലേ അള്ളാഹു ചോദിച്ചത്? ഈ ദുനിയാവിലെ ഏറ്റവും നല്ല മനുഷ്യൻ ഞാനും നിങ്ങളുമല്ലോ. അത് നമ്മുടെ മുമ്പിലിരിക്കുന്ന പ്രവാചകനാണ്. ആ നബിയോടാണ് അള്ളാഹു ചോദിച്ചത്, മരണമില്ലാതെ ദുനിയാവിൽ കഴിയണോ നബിയേ? അതെല്ലാം മരിച്ചിട്ട് സ്വർഗത്തിലോട്ട് പോടോ നബിയേ? നമ്മുടെ ഹബീബ് മരണത്തെ തെരഞ്ഞെടുത്തു ഉമറേ. ഉമർ തങ്ങളും കരയാൻ തുടങ്ങുകയാണ്. കേട്ട സ്വഹാബത്തെല്ലാവരും കരയാൻ തുടങ്ങുകയാണ്. മദീനത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് സ്വഹാബത്തെല്ലാവരും കരയാൻ തുടങ്ങുകയാണ്. എല്ലാവരെയും ആശ്വസിപ്പിച്ച് അല്ലാഹുവിന്റെ റസൂൽ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്തിട്ട് അതാ ആയിഷ ബീവിയുടെ വീട്ടിലോട്ട് സ്വഹാബത്തിന്റെ കൂടെ മടങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വീട്ടിലോട്ട് മടങ്ങി. അല്ലാഹു നബിതങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മളോടാണ് ചോദിക്കുന്നതെങ്കിലോ അല്ല നമ്മളോട് ചോദിക്കാണ്, മരണമില്ലാതെ ഈ ദുനിയാവിൽ ഖിയാമത്ത് നാൾ വരെ തുടരണോ, അതെല്ലാം മരിച്ചിട്ട് സ്വർഗത്തിലോട്ട് പോണോ? നബിതങ്ങളോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, അല്ലാ, എനിക്ക് മരിച്ചിട്ട് സ്വർഗം മതി, ദുനിയാവിൽ എനിക്ക് ജീവിക്കേണ്ട റബ്ബേ. നബിതങ്ങൾ ഉത്തരം കൊടുത്തു. സ്വഹാബത്തെല്ലാവരും കരഞ്ഞു. സ്വഹാബത്തിന് വേണ്ടിയൊക്കെയും ദുആ ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ വന്നതുപോലെ ആയിഷ ബീവിയുടെ വീട്ടിലോട്ട് മടങ്ങി. ആയിഷ ബീവിയുടെ വീട്ടിലോട്ട് മടങ്ങുകയാണ്. പിറ്റേ ദിവസം സുബഹിയുടെ ജമാഅത്തിന് മഅമൂമായിട്ടെങ്കിലും നിന്ന് നമസ്കരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ വരുമെന്ന് സ്വഹാബത്ത് കരുതി. അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വന്നില്ല. സുബഹിയുടെ ജമാഅത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമെന്ന് കരുതി. നബി തങ്ങൾ കടന്നു വന്നില്ല. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വിഷയം ശ്രദ്ധിച്ച് കേൾക്കണം, സമയം പരിമിതമാണ്, വിഷയം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത്. നല്ലതുപോലെ പഠിക്കിൻ, മനസ്സിലാക്കിൻ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, മദീന ഏറ്റവും കൂടുതൽ പ്രകാശിച്ച ദിവസം ഏതെന്നറിയുമോ? മദീന ഏറ്റവും കൂടുതൽ പ്രകാശിച്ച ദിവസം ഏതെന്നറിയുമോ? പരിശുദ്ധമായ കഅബാലയത്തിന്റെ മണ്ണിനോട് വിട പറഞ്ഞ അല്ലാഹുവിന്റെ റസൂല് മദീനയിലോട്ട് കടന്നു വന്നപ്പോൾ ഹിജാസിന്റെ മണ്ണ് പതിവില്ലാതെ പ്രകാശിച്ചെന്ന് അനസ് ഇബ്നു മാലിക് തങ്ങൾ അവിടുന്ന് പറയുമ്പോൾ, അതേ അനസ് ഇബ്നു മാലിക് തങ്ങൾ തന്നെയാണ് അവിടുന്ന് പറയുന്നത്. മദീനയിൽ ഒരു വല്ലാത്ത ഇരുട്ട് കടന്നു കയറിയൊരു ദിവസമുണ്ട്. മദീനത്ത് വല്ലാത്ത
വല്ലാത്തൊരു ഇരുട്ട് പരന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം ഏതെന്നറിയുമോ? അതും ഒരു റബീഉൽ അവ്വൽ 12 അന്ന് മദീനയിലോട്ട് കടന്നു വന്ന സൂര്യന് വെളിച്ചമില്ല, സൂര്യന് പതിവുള്ള പ്രകാശമില്ല. ളുഹായോടടുത്ത സമയത്ത് മദീനയിൽ ആർക്കും പരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരൻ നബി തങ്ങളുടെ വീടിന്റെ മുന്നിലോട്ട് കടന്നു വന്നു. മദീനയിൽ ആർക്കും പരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുന്നിലോട്ട് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. വീടിന്റെ അകത്തിരിക്കുന്ന അള്ളാഹുവിന്റെ ഹബീബ് സലാം അടക്കുകയാണ്. ആയിഷ ബീവി കതക തുറന്നു കൊടുക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ നബി തങ്ങളുടെ അരികിലോട്ട് കടന്നു വന്നിട്ട് എന്തോ സംസാരിച്ചിട്ട് മടങ്ങിപ്പോവുകയോ. മടങ്ങിപ്പോയതിന് ശേഷം ഫാത്തിമ ബീവി ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, ഉപ്പാ, ആ വന്ന ചെറുപ്പക്കാരനെ ഞങ്ങൾക്കാർക്കും പരിചയമില്ല ഉപ്പാ. ആ വന്ന ചെറുപ്പക്കാരൻ ആരാണെന്നൊന്ന് പറയുമോ? അവിടൊന്ന് പറഞ്ഞു, മോളെ, വന്നത് വേറെ ആരുമല്ല, മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീലാണ് കടന്നു വന്നത്. എന്റെ റൂഹ് പിടിക്കാൻ അനുവാദമുണ്ടോ എന്ന് ചോദിച്ചാണ് കടന്നു വന്നത്. ഉപ്പ അനുവാദം നൽകി ഫാത്തിമ, എന്റെ റൂഹിനെ പിടിക്കാൻ ഞാൻ അനുവാദം നൽകി ഫാത്തിമ. ഫാത്തിമ ബീവി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. എങ്ങനെയാണ് ഫാത്തിമ ബീവി കരയാതിരിക്കുന്നത്? ഉമ്മയില്ലാതെ വളർന്ന പൊന്നുമോളാണ് മഹദി ഫാത്തിമ. ഉമ്മയില്ലാതെ വളർന്ന പൊന്നുമോളാണ് മഹദി ഫാത്തിമ. ഉമ്മാടെ സ്നേഹം കൊടുത്തൊരു ഉപ്പയ്ക്ക് ലോകമിട്ട പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയില്ലാതെ വളർന്ന മകളാണ് ഫാത്തിമ ബീവി. ഉമ്മാടെ സ്ഥാനത്ത് നിന്ന് ഉമ്മാടെ സ്നേഹവും കൊടുത്തു അള്ളാഹുവിന്റെ ഹബീബ്. അതാണ് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിക്കണം സഹോദര. ഫാത്തിമ ബീവി എങ്ങനെ കരയാതിരിക്കും? ഉമ്മ ഇല്ലാത്തതിന്റെ ഒരു വിഷമവും ഒരു അഭാവവും അള്ളാഹുവിന്റെ ഹബീബ് ഫാത്തിമാൻ അറിയിച്ചിട്ടില്ല. ഖദീജ ബീവിയുടെ ആ ശൂന്യത ഒരിക്കലും അള്ളാഹുവിന്റെ ഹബീബ് ഫാത്തിമ ബീവി അറിയിച്ചിട്ടില്ല. പൊന്നുപോലെയാണ് ഫാത്തിമ ബീവിയെ അള്ളാഹുവിന്റെ റസൂൽ വളർത്തിയത്. അലിയാര് തങ്ങളുടെ കൈ പിടിച്ചു കൊടുക്കുന്ന സമയത്ത് അലിയാര് തങ്ങളോട് പറഞ്ഞൊരു വാചകമുണ്ട്, അലിയേ കിത്അത്തു കബ്ദി ഫാത്തിമ, എന്റെ കരളിന്റെ കഷണത്തെയാണ് ഞാൻ നിന്നിലോട്ട് പറച്ചു തരുന്നത്, പൊന്നുപോലെ നോക്കണേ അലിയേ എന്ന് പറഞ്ഞിട്ടാണ് അലിയാര് തങ്ങളുടെ കയ്യിലോട്ട് ഫാത്തിമ ബീവിയെ വെച്ചു കൊടുത്തത്. ആ പൊന്നുപ്പ 6 മക്കളെ സ്വന്തം കൈകൊണ്ട് കബറടക്കിയ ഒരു വാപ്പാക്ക് ലോകമിട്ട പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വന്തം ഭാര്യയെ കൈകൊണ്ട് വെള്ള പുതപ്പിച്ച് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി കബറൊരുക്കിയ ഒരു ഭർത്താവിന് ലോകമിട്ട പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറ്റവരും ഉടയവരും എല്ലാം പോയി, ആകെയുള്ളത് തന്റെ പ്രിയപ്പെട്ട മകളാണ്. ആ പൊന്നുമോളെ അള്ളാഹുവിന്റെ ഹബീബ് പൊന്നുപോലെയാണ് നോക്കിയത്. എത്ര തിരക്കിലാണെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന സദസ്സിലോട്ട് ഫാത്തിമ ബീവി കടന്നു വന്നു കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ പോവല്ലേപ്പാ ചെറുപ്പക്കാരൊക്കെ, പോയി കഴിഞ്ഞാൽ അവിടെ വാള് കേൾക്കാൻ ആരാ ഉള്ളത്? നിങ്ങൾ കയറിയിരിക്കുക ഇൻഷാ അല്ലാഹ്, പിന്നെ പോവാം, കുഴപ്പമൊന്നുമില്ലല്ലോ. കൃത്യം 10:30 തീർക്കാം ഇൻഷാ അല്ലാഹ്, കൃത്യം 10:30 തീർക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങളിങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ആരുമില്ല ഇൻഷാ അല്ലാഹ്. അള്ളാഹു നിങ്ങൾക്കൊക്കെ നല്ല ഹൈറായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നല്ല ഭാവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ അള്ളാഹു എല്ലാ സന്തോഷങ്ങളും എല്ലാ നിഅമത്തുകളും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഉപ്പയുടെ അരികിലിരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. കാരണം ഉപ്പ പോവുകയാ, അവിടുത്തെ മരണമാഗതമായി. പൊട്ടിക്കരയുന്ന ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്വകാര്യം പറഞ്ഞു. ആ സ്വകാര്യം കേട്ടിട്ട് ഫാത്തിമ ബീവി ചിരിക്കാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ടിരുന്ന ഫാത്തിമ ബീവി ചിരിക്കാൻ തുടങ്ങി. എന്താണ് അള്ളാഹുവിന്റെ ഹബീബ് നിന്റെ ചെവിയിൽ പറഞ്ഞത് ഫാത്തിമ എന്ന് ആയിഷ ബീവി ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, അല്ല ആയിഷ ഉമ്മ,
എൻ്റെ ഉപ്പ പോയി കഴിഞ്ഞാൽ എൻ്റെ ഉപ്പാടെ പിറകിൽ ആദ്യം പോകുന്നത് ഞാനായിരിക്കും. എൻ്റെ ഉപ്പ പോയിട്ട് ഒരുപാട് നാൾ ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കില്ല. സ്വന്തം മരണം കേട്ടിട്ട് ചിരിച്ചു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. നമ്മളാണെങ്കിലോ, നാളെ മരിക്കുമെന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അല്ലാഹ്. പിന്നൊന്നും പറയണ്ട, ജിന്ന് കൂടിയതുപോലെ ആയിരിക്കും, വെപ്രാളമായിരിക്കും അല്ലേ? സ്വന്തം മരണം കേട്ടിട്ട് ചിരിക്കണമെങ്കിൽ അവരുടെ ഈമാൻ എത്രമാത്രം വലുതായിരിക്കും, അവരുടെ ഈമാൻ എത്രമാത്രം വലുതായിരിക്കും. നാളെ ഒരാൾ നമ്മളോട് വന്നിട്ട് പറയാണ് കൃത്യം 1 മാസത്തിന് ശേഷം നീ ഖബറിലായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? പിന്നെ ഉറക്കം ഉണ്ടാവൂല, തീറ്റ ഉണ്ടാവൂല, കുടി ഉണ്ടാവൂല, ഇങ്ങനെ ഏതെങ്കിലും ഒരു മൂലയിൽ തസ്ബീഹ് പിടിച്ചിരിക്കും അല്ലേ? ഫാത്തിമ ബീവി ചിരിക്കുകയാണ്. ഞാൻ എന്തിനു കരയണം? എൻ്റെ ഉപ്പാടരികിലോട്ടല്ലേ ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. അതാണ് ഈമാൻ, അതാണ് ഈമാൻ. അവിടെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബ് ആയിഷ ബീവിയെ വിളിച്ചിട്ട് പറയുന്നു, ആയിഷ കാലൊന്ന് നീട്ടിവെക്ക്, ഞാൻ തലയൊന്ന് വെച്ച് കിടക്കട്ടെ ആയിഷ. ഒരല്പസമയത്തിന് ശേഷം അവിടുന്ന് പറയുകയാണ്, കാല് നീട്ടിവെക്ക്, ഞാൻ തലയൊന്ന് വെച്ച് കിടക്കട്ടെ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ തലയെടുത്തതാ കാലിന്റെ മുകളിലോട്ട് വെച്ച് അള്ളാഹുവിന്റെ ഹബീബിന്റെ തല ഇങ്ങനെ തടവി കൊടുക്കുകയാണ് ആയിഷ ബീവി. റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ ഒരൽപ്പം വെള്ളം കൊണ്ടുവരുമോ ആയിഷ? വെള്ളം കുടിക്കാൻ ആഗ്രഹമുണ്ട് ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. അല്ലാഹുവിന്റെ ഹബീബ് നല്ലതുപോലെ വെള്ളം കുടിച്ചു. നല്ലതുപോലെ വെള്ളം കുടിച്ചിട്ട് ബാക്കിയുള്ള വെള്ളം കൊണ്ട് അവിടുന്ന് വുളൂ ചെയ്തു. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു തരികയാണ്, ഒരല്പസമയം കഴിഞ്ഞപ്പോൾ ആയിഷ ബീവിയോട് നബി തങ്ങൾ പറയുകയാണ്, ആകാശത്തിന്റെ മറ എന്റെ മുന്നിൽ തുറക്കപ്പെട്ടു ആയിഷ. സ്വർഗ നരകത്തെ ഞാൻ കാണുന്നു ആയിഷ. അല്ലാഹുവിന്റെ അർശ് ഞാൻ കാണുന്നു ആയിഷ. വാനലോകത്തെ ഇബാദത്ത് ചെയ്യുന്ന മലക്കുകളെ ഞാൻ കാണുന്നു ആയിഷ. എല്ലാവരും നമ്മുടെ വീട്ടിലോട്ടാണല്ലോ കടന്നു വരുന്നത്. എല്ലാവരും നമ്മുടെ വീട്ടിലോട്ടാണല്ലോ കടന്നു വരുന്നത്. സഹോദരങ്ങളെ, സ്വർഗം അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. അവിടുത്തെ നഗ്ന നേത്രം കൊണ്ട് സ്വർഗം കാണുകയാണ്. ഭൂമിയിൽ ഇന്ന് വരെ ഇറങ്ങാത്ത മലക്കുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ റൂഹെടുക്കുന്ന ദിവസം കടന്നു വരികയാണ്. ആയിഷ ബീവി പറയുന്നു, എന്റെ ഭർത്താവ് സന്തോഷിക്കുന്നത് ഞാൻ കണ്ടു സ്വഹാബാ. എന്റെ ഭർത്താവ് സന്തോഷിക്കുന്നത് ഞാൻ കണ്ടു സ്വഹാബാ. മലക്കുൽ മൗത്ത് കടന്നു വന്നു. നബി തങ്ങളോട് സലാം പറഞ്ഞു. എങ്ങനെയാണ് മലക്കുൽ മൗത്ത് കടന്നു വന്നതെന്നറിയുമോ? 10,000 മലക്കുകളുടെ അകമ്പടിയോടെയാണ് കടന്നു വന്നത്. നബി തങ്ങളുടെ റൂഹ് മെല്ലെ പിടിക്കാൻ തുടങ്ങുകയാണ്. അവിടത്തെ റൂഹ് പതിയെ പിടിക്കാൻ തുടങ്ങുകയാണ്. അല്ലാഹുവേ, നബി തങ്ങൾ കിടന്ന് നിലവിളിച്ചുകൊണ്ട് പറയാ, ഇന്നലിൽ മൗത്തി സക്കറാത്ത്. മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ. മലക്കുൽ മൗത്ത് അസ്റായിലിനോടും അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, എന്റെ റൂഹൊന്ന് പതിയെ പിടിക്കുമോ? എന്റെ റൂഹൊന്ന് മെല്ലെ പിടിക്കുമോ? എനിക്ക് വല്ലാണ്ട് വേദനിക്കുന്നു അസ്റായീൽ. അസ്റായീൽ പറയുന്നു, നബിയേ, ഇനി ഞാൻ എങ്ങനെയാണ് ഇതിനേക്കാളും ആർദ്രവമായ രൂപത്തിൽ പിടിക്കുന്നത്? അങ്ങയുടെ റൂഹ് വലിച്ചെടുക്കുന്നതിനേക്കാളും മൃദുലമായ രൂപത്തിൽ ഒരാളുടെയും റൂഹ് ഞാൻ എടുത്തിട്ടില്ല. ഇനി ഖിയാമത്ത് നാൾ വരെ ഞാൻ എടുക്കുകയുമില്ല. എങ്കിലും അല്ലാഹുവിന്റെ റസൂല് ആയിഷ ബീവിയോട് പറയുകയാണ്, ഇന്നലിൽ മൗത്തി സക്കറാത്ത്. മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ. മരണത്തിന് വല്ലാത്ത വേദനയാണ് സഹോദരാ. സക്കറാത്തിന്റെ വേദനയെ കുറിച്ചറിയുമോ?
അലിയാര് തങ്ങൾ വിടുന്ന് പറയുന്നുണ്ട്, 300 ഈർച്ചവാളുകൾ കൊണ്ട് ശരീരത്തിൽ ഒരേ സമയം വെട്ടുന്ന വേദന, ആ വേദനയ്ക്കാണ് സകറാത്തിന്റെ വേദന എന്ന് പറയുന്നത്. തൊട്ടുപുറകിൽ ഒരുപാട് ആളുകൾ കിടക്കുന്നില്ല വാപ്പാ. പെങ്ങള് ഇരിക്കുന്ന സ്ഥലത്തിന്റെ സമീപത്ത് ഖബർസ്ഥാൻ ഉണ്ടല്ലോ, അവിടെ കിടക്കുന്നവരോടൊന്ന് ചോദിച്ചു നോക്കണം, അവിടെ കിടക്കുന്നവരോടൊന്ന് ചോദിച്ചു നോക്കണം. അനുഭവിക്കാത്തത് കൊണ്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ലോ. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുണ്ടായിരുന്ന പ്രവാചകനാണ്. അവിടുത്തെ അനുചരന്മാര് ഈസാ നബിയോട് പറയുകയാണ്, ഒരുപാട് വർഷം മുമ്പ് മരിച്ചുപോയൊരു മനുഷ്യന്റെ ഖബർ ഈ സ്ഥലത്തുണ്ട്, ആ മനുഷ്യനെ ഒന്ന് ജീവൻ കൊടുത്ത് എഴുന്നേൽപ്പിക്കാമോ? ആ മനുഷ്യന് നിങ്ങളൊന്ന് ജീവൻ മടക്കി നൽകാമോ? ഈസാ നബി അനുചരന്മാരോടൊപ്പം ആ ഖബറിന്റെ സമീപത്തോട്ട് കടന്നു വന്നു. ചരിത്രം കേൾക്കണേ സഹോദരാ. ഈസാ നബി ആ പഴയ ഖബറിന്റെ സമീപത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമം കൊണ്ട് നീ എഴുന്നേൽക്ക്. ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യൻ വെളിയിലോട്ട് വരട്ടെ. അതാ ഖബറിന്റെ സമീപത്ത് നിന്ന് ഈസാ നബി പറഞ്ഞപ്പോൾ വർഷങ്ങളായിട്ട് ഖബറടക്കപ്പെട്ട ആ മനുഷ്യൻ ഖബർ പിളർത്തിക്കൊണ്ട് വെളിയിലോട്ട് വരികയാണ്. ആ മനുഷ്യൻ എഴുന്നേറ്റ് വന്ന രൂപം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരുന്നുണ്ട്. ഒരു പിടി മണ്ണ് വാരിയെടുത്ത് തലയിലോട്ടിട്ടാണ് ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നത്. എന്നിട്ട് ഈസാ നബിയോട് പറയുന്നു, ഈസാ, എന്തിനാണ് എന്റെ ഉറക്കം നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്? ഈസാ, എന്റെ ഉറക്കം എന്തിനാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്? ഈസാ നബി ചോദിക്കുകയാണ്, മൻ അന്ത അയ്യുഹർ റജുൽ, നിങ്ങൾ ആരാണ് സഹോദര? എനിക്ക് മനസ്സിലായില്ലല്ലോ. ആ മനുഷ്യൻ പറയുന്നു, അന സാം ഇബ്നു നൂഹ്, 950 വർഷം അല്ലാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്ത മഹാനായ നൂഹ് നബിയുടെ മകനാണ്. സാം എന്നാണ് എൻ്റെ പേര്. ഈസാ നബിയേ, ഈസാ നബിക്ക് ആളെ മനസ്സിലാവുകയാണ്. കാരണം യുവാവായിരിക്കുന്ന സമയത്താണ് സാം ഇബ്നു നൂഹ് മരണപ്പെട്ടു പോയത്. സാമിനോട് ഈസാ നബി ചോദിക്കുന്നു, അല്ല സാമേ, മരിക്കുന്ന സമയത്ത് നിന്റെ മുടിയൊന്നും നരച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, നീ ചെറുപ്പക്കാരനായിരുന്നല്ലോ, ഇന്നെന്തേ നിന്റെ മുടിയെല്ലാം നരച്ചിരിക്കുന്നത്? ഇന്നെന്തേ നിന്റെ താടിരോമങ്ങളെല്ലാം നരച്ചിരിക്കുന്നത്? സാം ഇബ്നു നൂഹ് എന്ന ആ ചെറുപ്പക്കാരൻ മറുപടി കൊടുക്കുകയാണ്, റൂഹുല്ലാഹി ഈസാ, ഈസാ നബിയേ, മരിക്കുന്ന സമയത്തെന്റെ മുടി നിങ്ങൾ പറഞ്ഞതുപോലെ കറുത്ത നിറമായിരുന്നു. പക്ഷേ സകറാത്തിന്റെ വേദനയുണ്ടല്ലോ, സകറാത്തിന്റെ വേദനയുണ്ടല്ലോ. 1000 വാളുകൾ കൊണ്ട് ശരീരത്തിൽ ഒരേ സമയം വെട്ടുന്ന വേദന, ആ വേദന എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഈസാ നബിയേ. അനുഭവിക്കാനുള്ളതാണ് സഹോദരോ. ആ വേദന അനുഭവിക്കാതെ നമ്മൾ പോകില്ല പെങ്ങളെ. ഒരു മനുഷ്യന്റെ റൂഹെടുക്കുന്ന സമയത്ത് 1000 മലക്കുകളാണ് ആ മനുഷ്യന്റെ അരികിലോട്ട് കടന്നു വരുന്നത്. 250 മലക്കുകൾ തലയുടെ ഭാഗത്ത് നിൽക്കും, 250 മലക്കുകൾ വലതു ഭാഗത്ത് നിൽക്കും, 250 മലക്കുകൾ ഇടതു ഭാഗത്ത് നിൽക്കും, 280 മലക്കുകൾ കാലിന്റെ ഭാഗത്ത് നിൽക്കും. ദുനിയാവിൽ നീ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും, എത്ര വലിയ പദവി അലങ്കരിച്ചവനാണെങ്കിലും, നിന്റെ റൂഹ് പിടിക്കാൻ വരുന്നത് 1000 മലക്കുകളാണ്. കാലിന്റെ തള്ളവരലിൽ നിന്നാണ് റൂഹിനെ വലിച്ചൂരിയെടുക്കുന്നത്. കാലിന്റെ തള്ളവരലിൽ നിന്നാണ് റൂഹിനെ വലിച്ചൂരിയെടുക്കുന്നത്. നെഞ്ചിന്റെ ഭാഗമെത്തുമ്പോ നല്ല മനുഷ്യനാണെങ്കിൽ മലക്കുൽ മൗത്ത് പറയുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന
ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നോക്കുമോനെ, സ്വർഗം നിനക്ക് വേണ്ടിയല്ലേ അല്ലാഹു പടച്ചു വച്ചിരിക്കുന്നത്. ഈ സ്വർഗത്തിലോട്ടാണ് നീ പോകുന്നതെന്ന് പറഞ്ഞ് അവനോട് സലാം പറഞ്ഞ് മൃദുവായ രൂപത്തിൽ അവന്റെ റൂഹിനെ വലിച്ചെടുത്തുകൊണ്ട് അസ്റായീൽ ഏഴാകാശത്തിന്റെ മുകളിലോട്ട് പോകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഇനി കള്ളുകുടിച്ച് ജീവിച്ചവനാണോ ഈ പേരെടുക്ക ഭാഗത്ത് സുള്ളിയത്തിന്റെ ഭാഗങ്ങളിൽ കൂടി കള്ളും കഞ്ചാവും ഉപയോഗിച്ച് നടന്നവനാണെങ്കിൽ പരിശുദ്ധമായ പള്ളിയുടെ മിനാരത്തിൽ നിന്നും ബാങ്കിന്റെ അലയൊലികൾ കേട്ടിട്ട് പള്ളിയിലോട്ട് കടന്നു വരാതെ നമസ്കരിക്കാതെ നടക്കുന്ന വൃത്തികെട്ടവനാണോ അള്ളാഹുവിന്റെ ദീനിനെ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് അന്യന്റെ മുന്നിൽ നഗ്നത പ്രദർശിപ്പിച്ച് പാതിരാത്രി ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് കാമുകനുമായിട്ട് സല്ലപിച്ച് അവിഹിത ബന്ധം തുടർന്നുകൊണ്ട് അള്ളാഹുവിനെ മറന്ന് ജീവിച്ച ഉമ്മ, അള്ളാഹുവിന്റെ ദീനിനെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച ചെറുപ്പക്കാരാ, കള്ളുകുടിയും കഞ്ചാവ് വലിക്കലും MDMA ഉപയോഗവും വല്ലാതെ വർദ്ധിക്കുന്ന കാലഘട്ടത്തിന്റെ നടുവിലാണ് ഇന്നും ഞാൻ എറണാകുളത്ത് നിന്ന് കാസർഗോഡിലേക്ക് വരുന്ന സമയത്ത് എന്റെ സമീപത്ത് 2 സഹോദരിമാരെ ഞാൻ കണ്ടു. അവരിട്ടിരിക്കുന്ന വസ്ത്രം അത്രയും മോശമായ വസ്ത്രമാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. മുട്ടിന്റെ മുകളിൽ മാത്രം ഇറക്കമുള്ള നിക്കറാണ് അവരിട്ടിരിക്കുന്നത്. രാത്രി നമ്മളൊക്കെ കിടക്കുന്ന നേരത്ത് ഉപയോഗിക്കുന്ന ബനിയനാണ് അവരിട്ടിരിക്കുന്നത്. കാസർഗോഡേക്ക് ട്രെയിൻ എത്തുന്ന സമയത്ത് ആ 2 സഹോദരിമാരും ബാഗിൽ നിന്നും ഒരു കവർ എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ടവര് തിരിച്ചു വന്നപ്പോൾ അവരിട്ടിരുന്ന വസ്ത്രം ഏതെന്നറിയുമോ? അതുവരെയും നിക്കറും ബനിയനും ഇട്ട് യാത്ര തുടർന്നിരുന്ന 2 ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ, എറണാകുളത്ത് ഏതോ കോളേജിൽ പഠിക്കുന്ന 2 കൗമാരക്കാരികളായ പെണ്ണുങ്ങൾ, അവര് ബാത്റൂമിന്റെ വെളിയിലോട്ട് വന്നപ്പോൾ അവര് പർദ്ദ ഇട്ടിട്ടുണ്ട്, അവര് ഹിജാബ് ഇട്ടിട്ടുണ്ട്. അത്ഭുതപ്പെട്ടു പോയി വാപ്പാ, അത്ഭുതപ്പെട്ടു പോയി ചെറുപ്പക്കാരാ. ഉമ്മാനെയും ഉപ്പാനെയും കബളിപ്പിക്കുന്ന കാലഘട്ടത്തിന്റെ നടുവിലാണ്, വാപ്പാനെയും ഉമ്മാനെയും പറ്റിക്കുന്ന കാലഘട്ടത്തിന്റെ നടുവിലാണ്. ഏതവസ്ഥയിലാണ് നമ്മുടെ മക്കൾ വളർന്നു വരുന്നതെന്ന് നമുക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിന്റെ നടുവിലാണ്. ഹാൻസ് ഉപയോഗിക്കുന്നവരുണ്ട്, വായിന്റെ അകത്ത് കൂള് വെച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്, കഞ്ചാവില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് പറയുന്നവരുണ്ട്. അല്ലാഹുവേ, ഇന്നലെ സോഷ്യൽ മീഡിയകളിലെല്ലാം നിറഞ്ഞു നിന്നൊരു വാർത്തയുണ്ട്. മലപ്പുറത്തുള്ള ചെറുപ്പക്കാരായ 2 ദമ്പതിമാര് അവര് കഞ്ചാവ് കടത്തിയതിന് അറസ്റ്റിലായി. എങ്ങോട്ടാണ് ആ കഞ്ചാവ് കൊണ്ടുപോയതെന്ന് ചോദിച്ചപ്പോൾ പോലീസുകാർക്ക് അവർ കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ഇന്ന കോളേജിലേക്കാണ് ഞങ്ങൾ കൊണ്ടുപോയത്, അവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്, അവിടത്തെ 18ഉം 20ഉം വയസ്സുള്ള കുട്ടികൾ ഞങ്ങളുടെ കസ്റ്റമറുകളാണ്. അല്ലാ, കള്ളും കഞ്ചാവും ഉപയോഗിക്കുന്നതൊരു പാപമല്ലെന്ന് കണക്കാക്കുന്ന കാലഘട്ടം, കള്ളും കഞ്ചാവും ഉപയോഗിക്കുന്നത് ഒരു പാപമല്ലെന്ന് കണക്കാക്കുന്ന കാലഘട്ടം. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹ് കാക്കുമാറാവട്ടെ. അത്രത്തോളം വ്യാപിക്കുന്നു സഹോദര. പണ്ടത്തെ പോലെ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ വായിക്കൊരു നാറ്റം ഉണ്ടാകും. കള്ളു കുടിച്ചിട്ട് ഡ്രഗ്സ് കുടിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ സമീപത്തിരിക്കാൻ പറ്റില്ല, കാരണം വായിൽ നിന്ന് സ്മെല്ലുണ്ടാകും. ഇന്ന് സ്മെല്ലൊന്നും ഇല്ലാത്ത സാധനങ്ങളാണ് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നത്. സ്മെല്ലില്ലാത്ത സാധനങ്ങളാണ്. ഇഞ്ചക്ഷൻ ചെയ്യുക, മയക്കുമരുന്ന് ഇഞ്ചക്ഷൻ ചെയ്യുന്ന കാലം. കഴിഞ്ഞ ദിവസം ഒരു പ്രിയപ്പെട്ട ഒരു കുടുംബത്തിലോട്ട്, ഈ അടുത്ത സമയത്ത് ആ വീട്ടിലോട്ട് ഞാൻ പോയി. അവിടുത്തെ ഒരു മൂത്ത മകൾ, അവളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ പ്രിയപ്പെട്ട പിതാവിനോട് പറഞ്ഞത്, ഉസ്താദെ, ബാംഗ്ലൂർ പഠിക്കാൻ വേണ്ടി വിട്ടതാണ് ആ പൊന്നുമോളെ. ആ മോൾക്ക് അവിടെ എന്തായിരുന്നു പരിപാടി എന്നറിയുമോ? 1500 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു തരം സ്റ്റാമ്പുണ്ട്, ശരീരത്തിൽ ഒട്ടിക്കുന്ന സ്റ്റാമ്പ്. ആ ഉപ്പ പറയാണ്, എന്താണ് ആ സ്റ്റാമ്പ് കൊണ്ടുള്ള ഉപയോഗം?
ശരീരത്തിന്റെ കൈ കാല് ഭാഗങ്ങളിൽ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ അവർ വരയിടും, മുറിവുണ്ടാക്കും. എന്നിട്ട് 1500 രൂപയ്ക്ക് കിട്ടുന്ന ബാൻഡേജ് പോലെ ഇരിക്കുന്ന ആ സ്റ്റാമ്പ് അതിന്റെ മുകളിൽ ഒട്ടിച്ചു വെക്കും. ആ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ബാൻഡേജിന്റെ അകത്ത് എന്താണ്? മെഡിസിനാണ്. മുറിവ് കരിയാനുള്ള മരുന്നാണ്, മുറിവുണങ്ങാനുള്ള മരുന്നാണ്. ഇവരൊട്ടിച്ചു വെക്കുന്ന സ്റ്റാമ്പിന്റെ അകത്തിരിക്കുന്നത് ലഹരിയാണ്. ഒരു ഗ്ലാസ് കള്ള് കുടിക്കുന്നതിനേക്കാളും പവറാണ് 1500 രൂപയ്ക്ക് അവർ മേടിക്കുന്ന ആ ചെറിയ സ്റ്റാമ്പിന്. ശരീരത്തിലേക്ക് പെട്ടെന്ന് ലഹരി വ്യാപിക്കുമത്രേ. അത് മോള് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ശരീരമെല്ലാം മെലിഞ്ഞ് സ്വബോധമെല്ലാം പോയിന്ന ഒരു ഭ്രാന്തിയായിട്ട് കണ്ണൂർ ജില്ലയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ 23-24 വയസ്സുള്ള ആ പൊന്നുമോള് ട്രീറ്റ്മെന്റിലാണ്. ഒരു ഉപ്പ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാചകങ്ങളാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ, അള്ളാഹു കാക്കുമാറാവട്ടെ. നമ്മുടെ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ആണുങ്ങളുടെ കാര്യം പറയാനുണ്ടോ? ഏറ്റവും കൂടുതൽ വാള് നടക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? കണ്ണൂരും കാസർഗോഡും ഈ കർണാടകയാണ്. വാളിന് എന്തെങ്കിലും ഒരു പഞ്ഞമുണ്ടോ? ഉറൂസുകൾക്ക് പഞ്ഞമുണ്ടോ? ദീനീ ചൈതന്യങ്ങൾക്ക് പഞ്ഞമുണ്ടോ? നമ്മുടെ ചെറുപ്പക്കാർ എന്നിട്ടും ഇത്രത്തോളം വാളുകളൊക്കെ നടക്കുന്ന ആലിമീങ്ങളൊക്കെയുള്ള ദീനീ ചൈതന്യമുള്ള ഹിജാബിട്ടുകൊണ്ട് നടക്കുന്ന ഉമ്മമാരുള്ള ഈ മലബാർ ഭാഗത്തെയും ചെറുപ്പക്കാരിങ്ങനെ വഴിവഴച്ചു പോകുന്നത് നോക്കി നിൽക്കാനേ പലപ്പോഴും കഴിയുന്നുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. സഹോദര, ഞാനൊരു ശാസ്ത്രീയ വശം പറഞ്ഞു തരാം. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. എമിഗ്ഡാല എന്ന് പറയുന്ന തലച്ചോറിന്റെ ഒരു ഭാഗമുണ്ട്. വീട്ടിൽ പോയിട്ട് ഗൂഗിളിൽ ഒന്ന് വെറുതെ സെർച്ച് ചെയ്ത് നോക്കണം. എമിഗ്ഡാല, AMIGDALA, എമിഗ്ഡാല തലച്ചോറിന്റെ ഒരു ഭാഗമാണ്. ദ പ്രോസസിംഗ് സെന്റർ ഓഫ് ദ ബ്രെയിൻ എന്നാണ് പറയുന്നത്. തലച്ചോറിന്റെ യന്ത്രം എന്നാണ് ആ ഭാഗത്തെ പറയുന്നത്. ഒരു മനുഷ്യൻ കള്ളു കുടിച്ചാൽ, കഞ്ചാവ് വലിച്ചാൽ, ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ തലച്ചോറിന്റെ ആ ഭാഗത്താണ് ആദ്യം അത് എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ അവന് നിസ്കരിക്കാനുള്ള ആഗ്രഹമില്ലാതായിട്ട് മാറും. പിന്നെ അവന് നന്മ ചെയ്യാനുള്ള ആഗ്രഹമില്ലാതായിട്ട് മാറും. അതാണ് കള്ളു കുടിച്ചവന് ഉമ്മയെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്. അതാണ് കഞ്ചാവ് വലിച്ചവന് പെങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്. അതാണ് കഞ്ചാവ് അടിച്ചവന് സ്വന്തം മകളെ ചോരയിൽ പറന്ന പെൺകുട്ടിയെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്. തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. നമ്മുടെ ബുദ്ധിയെ ഇല്ലാതാക്കി കളയും നമ്മുടെ ലഹരി ഉപയോഗം. അള്ളാഹു കാക്കുമാറാവട്ടെ. 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ശാസ്ത്രവും കണ്ടുപിടിക്കാത്ത കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂല് പറഞ്ഞു, ലാ തശ്റബുൽ ഖംറ, കള്ളുപയോഗിക്കരുത്, കഞ്ചാവ് വലിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്, MDMA ഉപയോഗിക്കരുത്, ശരീരത്തിന്റെ അകത്തോട്ട് ഇൻജക്ട് ചെയ്ത് മയക്കുമരുന്ന് കയറ്റരുത്. ഫഇന്നഹാ മിഫ്താഹു കുല്ലു ശർറ്, അത് സകലമാന തിന്മകളുടെയും മാതാവാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളു കുടിച്ചവനാണോ, തൗബ ചെയ്യാതെയാണോ ജീവിക്കുന്നത്? ചെറുപ്പക്കാരാ, കഞ്ചാവും കള്ളും MDMAയും ഉപയോഗിക്കുന്നവരുടെ കൂടെയാണോ നടക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതരുത്. അങ്ങനെയുള്ളവന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് വരുമ്പോൾ അവനോട് പറയുകയാണ്, യാ അയ്യത്തുഹർ റൂഹുൽ ഖബീസ ഉഖ്റജ് ഇലാ സഹ്തിൻ മിനല്ലാഹ്. ദുനിയാവിൽ അല്ലാഹുവിനെ മറന്ന് ജീവിച്ച ചെറുപ്പമേ, ദുനിയാവിൽ അല്ലാഹനെ മറന്ന് ജീവിച്ച യുവത്വമേ, നിന്നോട് മലക്കുൽ മൗത്ത് പറയുന്ന വാചകം എന്തെന്നറിയുമോ? നിന്നോട് അല്ലാഹു കരുണ ചെയ്യാതിരിക്കട്ടെടോ, നിന്നോട് അല്ലാഹു കരുണ ചെയ്യാതിരിക്കട്ടെ. നരകം നിനക്ക് വേണ്ടിയാണ് പടക്കപ്പെട്ടിരിക്കുന്നത്, നരകം നിന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവനെ ശപിച്ചുകൊണ്ട്, അവനെ പ്രാഗിക്കൊണ്ട് മലക്കുൽ മൗത്ത് അവന്റെ റൂഹുമായിട്ട് ആകാശത്തേക്ക് പറന്നു പോകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നല്ല മരണം വേണോ സഹോദരാ? സ്വർഗം കണ്ടുള്ള മരണം വേണോ? അല്ലാഹുവേ, കടന്നു വന്ന മലക്കുകൾ മുഴുവനും അബ്ശിറൂ ബിൽ ജന്ന,
സ്വർഗം കാണിച്ച് നമ്മളെ സന്തോഷിപ്പിക്കണോ? ചെയ്യുന്ന ഹറാമിൽ നിന്നും ഒന്ന് മാറി നിൽക്ക്. കള്ളുപയോഗിക്കുന്നവൻ നമ്മുടെ കൂട്ടുകാരനാക്കണ്ടോ? കഞ്ചാവ് വലിക്കുന്നവനെ നമ്മുടെ കൂട്ടുകാരനാക്കണ്ടോ? MDMA ഉപയോഗിക്കുന്നവനെ നമ്മുടെ കൂട്ടുകാരനാക്കണ്ടോ? നല്ല കൂട്ടുകെട്ടുകളെ തെരഞ്ഞെടുക്കൂ. അത് നിന്റെ നല്ല ആഖിബത്തിന് കാരണമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നല്ല കൂട്ടുകെട്ടുകളെ തെരഞ്ഞെടുക്ക്, നല്ല സൗഹൃദങ്ങളെ ഉണ്ടാക്കിയെടുക്ക്, നല്ല ചങ്ങാതിമാരെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്ക്. പണം കണ്ടിട്ട് കള്ളുകുടിയനെ കൂട്ടുകാരനാക്കണ്ട. അവന്റെ പണത്തിന്റെ കൊഴുപ്പ് കണ്ടിട്ട് കഞ്ചാവ് വലിക്കുന്നവനെ കൂട്ടുകാരനാക്കണ്ട. അള്ളാഹു നിനക്ക് മോശപ്പെട്ട മരണമേ തരികയുള്ളൂ. അള്ളാഹു കാക്കുമാറാവട്ടെ, അള്ളാഹു കാക്കുമാറാവട്ടെ. നല്ല ചങ്ങാതിയുടെ അടയാളം എന്താ? അൽഹംദുലില്ലാഹ്, പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് ബക്കറ്റുമായിട്ട് സംഘാടകർ വരുന്നുണ്ട്. ഒരു നല്ല സ്വതക്ക കൊടുക്ക. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയാണ്. നല്ലൊരു സ്വതക്ക നല്ല നിയത്തോടു കൂടി കൊടുക്കിൻ. അവസാനം ദുആ ചെയ്തിട്ട് പിരിയണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നല്ല ചങ്ങാതിമാരുടെ അടയാളം എന്താ? ഇവിടെ കേൾക്ക്. നല്ല ചങ്ങാതിയുടെ അടയാളം എന്താ? അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞു തന്നത്? എടാ, നമ്മൾ വഴിപഴച്ച് പോകാൻ വേണ്ടി തുടങ്ങുമ്പോ ചെയ്യല് പാപമാണ്, ഇത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് നമ്മളെ ഉപദേശിക്കാൻ ഒരാളുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അവനെ നീ ഉപേക്ഷിക്കരുത്. അവൻ നിന്നെ സ്വർഗത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാനുള്ള കൂട്ടുകാരനാണ്. അവനാണ് ഏറ്റവും നല്ല സുഹൃത്ത്. തെമ്മാടിത്തരം കാണിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവന്റെ പേരല്ല നല്ല ചങ്ങാതിന്ന്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ വേണ്ടടാ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനമാണ്, നീ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് കൂടെ നിൽക്കുന്ന ഒരു ചങ്ങാതി ഉണ്ടെങ്കിൽ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും കൂടെ നിർത്തിക്കോണം. അവൻ നിന്നെ വല്ലാഹി ചതിക്കില്ല, അവൻ നിന്നെ വല്ലാഹി ചതിക്കില്ല. അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടോ? അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടോ? നമ്മുടെ കോണ്ടാക്റ്റിൽ 1500 2000 ഒക്കെ കോണ്ടാക്റ്റുകൾ സേവല്ലേ? ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു തരുന്ന, പറഞ്ഞു തരുന്ന, നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്ന, സ്വതക്ക കൊടുത്തോ എന്ന് ചോദിക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടോ? ഉണ്ടോ? അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ നമ്മുടെ ആഖിബത്ത് സന്തോഷമായിരിക്കും. യാതൊരു സംശയവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബിതങ്ങളുടെ മുന്നിൽ സ്വർഗം തുറക്കപ്പെട്ടു, നബിതങ്ങളുടെ മുന്നിൽ സ്വർഗം തുറക്കപ്പെട്ടു. മലക്കുൽ മൗത്ത് മൃദുലമായിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ റൂഹിനെ വലിച്ചെടുക്കുന്നത്. എന്നിട്ടും അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ. അവിടുന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹെടുത്ത് നെഞ്ചിന്റെ ഭാഗമെത്തിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ ചുണ്ടിങ്ങനെ മന്ത്രിക്കാൻ തുടങ്ങി. ഹദീസിൽ കാണാൻ സാധിക്കും, ഹബീബായ നബി തങ്ങൾ അവസാനമായിട്ട് ചില വാചകങ്ങൾ പറഞ്ഞു. ആയിഷ ബീവി അവിടുന്ന് പറഞ്ഞു തരികയാണ്, നബി തങ്ങൾ അവസാനമായിട്ട് പറഞ്ഞ വാചകം എന്തെന്നറിയോ? അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. അള്ളാഹുവിന്റെ ഹബീബ് അവസാനമായിട്ട് പറഞ്ഞ വാചകം ആയിഷ ബീവി എവിടെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ആയിഷ ബീവി എവിടെന്ന് പറഞ്ഞു തരുന്നുണ്ട്. നബി തങ്ങൾ അവസാനമായിട്ട് പറഞ്ഞതെന്തെന്നറിയുമോ? അള്ളാഹുവേ, എന്റെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്യാത്ത നബിതങ്ങള് അവിടുന്ന് അല്ലാഹുവിനോട് പറയുകയാണ്, എന്റെ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ റബ്ബേ, എന്നോട് നീ കരുണ ചെയ്യണേ അല്ലാ. 1,24,000 പരം പ്രവാചകന്മാരോടൊപ്പം നീ എനിക്ക് സ്വർഗം നൽകണേ അല്ലാ, നീ എനിക്ക് സ്വർഗം നൽകണേ അല്ലാ
ഇതാരാണ് സഹോദരാ പറയുന്നത്? ഇതാരാണ് പറയുന്നത്? ഇന്ന് വരെ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത, ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. നബിയേ, നിങ്ങൾ ഇന്ന് വരെ ജീവിതത്തിൽ ഒരു പാപം ചെയ്തിട്ടില്ല, പുറത്തു തരാനായിട്ടൊരു പാപവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഇനി മരിക്കുന്നത് വരെയും നിങ്ങളുടെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടാകില്ല എന്ന് ഖുർആൻ സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു മനുഷ്യൻ. ആ മനുഷ്യന്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ടും അവിടുന്ന് ദുആ ചെയ്യുകയാണ്, എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ, എന്നോട് കരുണ ചെയ്യണേ അല്ലാ, എന്നെ നീ സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാ. ഇത് പറഞ്ഞിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ കണ്ണടയ്ക്കുന്നത്. ആയിഷ ബീവി അലമുറയിട്ട് കരയാൻ ആരംഭിക്കുകയാണ്. എൻ്റെ ഹബീബ് പോയല്ലോ റബ്ബേ, എൻ്റെ ഹബീബ് വിട പറഞ്ഞല്ലോ അല്ലാ. ചേതനയേറ്റ് കിടക്കുന്ന റൂഹ് വിട പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ പരിശുദ്ധമായ ശരീരത്തിൽ ചുംബനം നൽകിക്കൊണ്ട് ആയിഷ ബീവി ഫാത്തിമ ബീവിയോട് പറയുന്നു, മോളെ ഫാത്തിമ, ഉപ്പ പോയല്ലോ ഫാത്തിമ, ഉപ്പ പോയല്ലോ ഫാത്തിമ. മദീനത്താ വീട്ടിലിങ്ങനെ കൂട്ടക്കരച്ചിൽ ഉയരുകയാണ്. സമീപത്തെല്ലാവരും കരച്ചിൽ കേട്ടിട്ട് വീട്ടിലോട്ട് ഓടി വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഓടി വന്നു. അതാ മദീനത്തെ വീട്ടിൽ പള്ള പുതച്ച് കിടക്കുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ ചേതനയേറ്റ മയ്യത്തിന്റെ അരികിലോട്ട് കടന്നു വന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നബിയേ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, തിബ്ത ഹയ്യൻ വ മയ്യിതാ. ഇതെന്ത് കിടപ്പാ നബിയേ, ഇതെന്ത് കിടപ്പാ നബിയേ. ഈ അബൂബക്കർ എപ്പോ വന്നാലും അങ്ങ് കണ്ണ് തുറക്കാറുണ്ട്, ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കാറുണ്ട്. ഇന്നെന്തേ കണ്ണടച്ച് കിടക്കുന്നത് നബിയേ? കണ്ണ് തുറക്ക് റസൂലേ. സിദ്ദീഖ് തങ്ങൾ വല്ലാണ്ട് കരയുകയാണ്. ഉമർ തങ്ങളോട് ആരോ കടന്നു ചെന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ വിട പറഞ്ഞു പോയി ഉമറേ, ലോകത്തിന്റെ നായകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു ഉമറേ. തന്റെ അരയിൽ തൂക്കിയിട്ടിരിക്കുന്ന വാളെടുത്ത് അന്തരീക്ഷത്തിൽ ചുഴറ്റിക്കൊണ്ട് പറയുകയാണ്, ആരാണ് മുഹമ്മദ് നബി മരണപ്പെട്ടെന്ന് പറയുന്നത്? അവന്റെ തല ഞാൻ അറക്കും സ്വഹാബാ. സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ട് അലറി വിളിക്കാൻ ഉമർ തങ്ങൾ തുടങ്ങുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നബി തങ്ങളുടെ 2 പെൺമക്കളെ വിവാഹം കഴിച്ച സ്വഹാബിയാണ്. അവിടുന്ന് തല കറങ്ങി താഴോട്ട് വീഴുകയാണ്. അലിയാര് തങ്ങള്, ധീരതയുടെ ആൾ രൂപമായിരുന്ന അലിയാര് തങ്ങള്, ഖൈബർ യുദ്ധത്തിന്റെ സമയത്ത് 70 പേര് എടുത്താൽ പൊങ്ങാത്ത ഖൈബർ കോട്ടയുടെ വാതില് ഇടത് കൈകൊണ്ട് ഉയർത്തി യുദ്ധം ചെയ്ത അലിയാര് തങ്ങള് ധീരനായിരുന്നല്ലോ, അറിവിന്റെ പട്ടണമായിരുന്നല്ലോ. അതല്ലേ നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു പോയത്, എന്റെ മകളുടെ ഭർത്താവെന്ന് മാത്രമല്ല, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, ഞാൻ അറിവിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിന്റെ താക്കോല് എന്റെ അലിയാണ് സ്വഹാബ. അത്രത്തോളം പാണ്ഡിത്യമുണ്ടായിരുന്ന വീരനായിരുന്ന അലിയാര് തങ്ങള് ഫിക്സ് വന്നിട്ട് തലകറങ്ങി വീഴുന്നത് പോലെ തലകറങ്ങി വീഴുകയാണ്. സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുകയാ. മദീനത്തെല്ലാവരും ഇരുന്ന് കരയാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണ് ഒരൽപ്പം ധൈര്യം സംഭരിച്ചുകൊണ്ട് മദീനത്തെ പള്ളിയുടെ മിഹ്റാബിലോട്ട് മഹാനായ സിദ്ദീഖ് തങ്ങൾ കടന്നു വരുന്നത്. എന്നിട്ട് അവിടെ കൂടിയിരുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, ഇന്ന റസൂലല്ലാഹ്
ഖദ് മാത യാ സ്വഹാബാ. നബി തങ്ങൾ വിട പറഞ്ഞു സ്വഹാബ, ഈ ലോകത്തിന്റെ മണ്ണിൽ ഇനി നബി തങ്ങളില്ല സ്വഹാബ. അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ വിട്ടു പിരിഞ്ഞു സ്വഹാബ. സഹോദരങ്ങളെ, ഇന്ന് വരെ മദീനയിൽ ഇതുപോലൊരു കരച്ചിൽ ഉയർന്നിട്ടില്ല. ഇന്ന് വരെ ഇതുപോലെ മദീനയിൽ ആരും കരഞ്ഞിട്ടില്ല. നബി തങ്ങൾ 3 വർഷം ചുമന്ന ഖസ്വാ എന്ന ഒട്ടകം ആയിഷ ബീവിയുടെ വീടിന്റെ സമീപത്ത് ഒരു മരത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഖസ്വാഇന്റെ കണ്ണ് പോലും നിറയുകയാ. ഖസ്വാഇന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. അനസ് ഇബ്നു മാലിക് തങ്ങളവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്, 3 ദിവസം ഖസ്വാ ഒന്നും കഴിക്കുന്നില്ല, ഒരു വെള്ളം പോലും കുടിക്കുന്നില്ല. അവസാനം ഖസ്വാ പട്ടിണി കിടന്നവിടുന്ന് മരിച്ചു പോവുകയാണ്. കാരണം എന്ത്? 3 വർഷം എൻ്റെ മുതുകിൽ കയറിയിരുന്ന ലോകത്തിന്റെ നായകൻ ഇനിയില്ല. 3 വർഷം ഞാൻ ചുമന്ന എൻ്റെ റസൂൽ ഇനിയില്ല. എൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ എത്രയോ വഹി അല്ലാഹുവിൻ്റെ റസൂലിന് ഇറങ്ങിയിട്ടുണ്ട്. പല സ്വഹാബത്തും പറഞ്ഞിട്ടുണ്ട്, ഖസ്വാഇന്റെ പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വഹയുമായിട്ട് ജിബ്രീൽ കടന്നു വരുമായിരുന്നു. വഹയുമായിട്ട് ജിബ്രീൽ കടന്നു വരുമായിരുന്നു. ആ സമയത്തെല്ലാം ഖസ്വാഇന്റെ മുട്ടുകുത്തി പോകുമായിരുന്നു. അത്രത്തോളം അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ഇഷ്ടമായിരുന്നടോ. ബിലാൽ തങ്ങൾ നിലവിളിക്കുകയാണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു ഒരു ഭ്രാന്തനെ പോലെ ഓടുകയാണ്. അല്ലാഹുവേ, 3 ദിവസമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മയ്യത്ത് മദീനത്തെ വീട്ടിലിരുന്നത്. ഒരു തിങ്കളാഴ്ച ളുഹറിനോടടുത്ത സമയത്ത് അവിടെ നിന്ന് വിട പറഞ്ഞു. ഒരു തിങ്കളാഴ്ച ളുഹറിനോടടുത്ത സമയത്ത് അവിടെ നിന്ന് വിട പറഞ്ഞു. യാ അല്ലാഹ്, ബുധനാഴ്ച ളുഹറിനോടടുത്ത സമയത്താണ് അവിടുത്തെ ശരീരത്തെ ഖബറടക്കിയത്. ഒരു ബുധനാഴ്ച ളുഹറിനോടടുത്ത സമയത്താണ് അവിടുത്തെ ശരീരത്തെ ഖബറടക്കിയത്. ഖബറടക്കം നടന്നത് ആയിഷ ബീവിയുടെ വീട്ടിലാണ്. നബി തങ്ങളെ ഖബറടക്കിയിട്ട് സ്വഹാബത്ത് റൂമിന്റെ വെളിയിലോട്ട് വരുമ്പോ അനസ് എന്ന പ്രിയപ്പെട്ട സ്വഹാബിയോട് ഫാത്തിമ ബീവി ചോദിക്കുകയാ, അനസേ, നമ്മുടെ ഉപ്പാനെ ഖബറടക്കിയിട്ട് ജനാസ മണ്ണിലോട്ടിറക്കി വെച്ചിട്ട് പലക നിരത്തിയിട്ട് എങ്ങനെയാ പൊന്നുമോനെ നിനക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന്റെ മുകളിലോട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. വാപ്പാനെ ഖബറടക്കിയപ്പോൾ നമ്മൾ പറഞ്ഞതോർക്കുന്നുണ്ട് ഉപ്പാ? ചെറുപ്പക്കാരാ, പല മയ്യത്തുകളുടെയും മുകളിലോട്ട് പിടിമണ്ണ് വാരി എറിഞ്ഞവനല്ലേ? പല മയ്യത്തിന്റെയും മുകളിലോട്ട് മണ്ണ് വാരി എറിഞ്ഞവനല്ലേ? ഇതുപോലെ നമ്മളുടെയും ശരീരത്തിന്റെ മുകളിലോട്ട് പിടിമണ്ണ് വാരി എറിയുന്നൊരു ദിവസം കടന്നു വരാനുണ്ടടോ. നബി തങ്ങളുടെ ശരീരത്തിന്റെ മുകളിലോട്ട് എങ്ങനെയാ നിനക്ക് മണ്ണ് വാരിയിടാൻ തോന്നിയത്? ഫാത്തിമ ബീവി അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം 10ാമത്തെ വയസ്സിലാണ് അനസ് ഇബ്നു മാലിക് തങ്ങൾ നബി തങ്ങളെ കാണുന്നത്. ആൺകുട്ടികളില്ലാതിരുന്ന അല്ലാഹുവിന്റെ ഹബീബ് അനസ് ഇബ്നു മാലിക് തങ്ങളെ ഒരു മകനായിട്ടാണ് കണ്ടത്. ഒരു മകനെ വളർത്തുന്നത് പോലെയാണ് വളർത്തിയത്. പൊന്നുമോനെ, നിനക്കെങ്ങനെയാ റസൂലുള്ളാഹിയുടെ ശരീരത്തിന്റെ മുകളിലോട്ട് മണ്ണ് വാരിയിടാൻ തോന്നിയത്? എല്ലാ സ്വഹാബത്തും ആ വർത്തമാനം കേട്ടിട്ട് കരയാൻ തുടങ്ങി. എല്ലാ സ്വഹാബത്തും ആ വർത്തമാനം കേട്ടിട്ട് കരയാൻ തുടങ്ങി. പെങ്ങളെ, മദീനത്തെ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാര് മരിച്ചിട്ട് പോലും ഇതുപോലെ കരഞ്ഞിട്ടില്ല ഉമ്മാ.
ഹബീബ് മരിച്ചെന്ന് കേട്ടപ്പോൾ പല വീട്ടിലും ഭക്ഷണം പാചകം ചെയ്യുന്നില്ല. ചരിത്രത്തിൽ കാണാൻ സാധിക്കും, അന്നു മുതൽ പല വീടുകളിലും പട്ടിണിയായിരുന്നു. ഹബീബിന്റെ വിയോഗം താങ്ങാനാകാതെ പലരും അല്ലാഹുവേ മാനസിക നില തെറ്റിപ്പോയതായിട്ട് പോലും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബിന്റെ വിയോഗം താങ്ങാനാകാതെ മാനസിക നില തെറ്റി ഭ്രാന്തന്മാരായി പോയ അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഹബീബിനോടുള്ള സ്നേഹം, അതാണ് ഹബീബിനോടുള്ള സ്നേഹം. കാസർഗോഡ് ജില്ലയിൽ ഒരു പാട്ടുകാരൻ കടന്നു വന്നപ്പോൾ എത്രത്തോളം ചെറുപ്പക്കാരാണ് അവിടെ ഒരുമിച്ച് കൂടിയത്, എത്ര ചെറുപ്പക്കാരാണ് അവിടെ ഒരുമിച്ച് കൂടിയത്. സോഷ്യൽ മീഡിയയിൽ ആളായി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഫാനാകാനും അവന് വേണ്ടി ജയ് വിളിക്കാനും അവൻ നടക്കുന്ന വഴികളിലൂടെയെല്ലാം നടക്കാനും സമ്പത്തും ആരോഗ്യവും സമയവും ചെലവഴിച്ച് നടക്കുന്ന സഹോദരാ, ഒരു വട്ടമെങ്കിലും നീ നിന്റെ ഹബീബിന് വേണ്ടി നിന്റെ സമയത്ത് മാറ്റി വെച്ചിട്ടുണ്ടോ? നിന്റെ ഹബീബിന് വേണ്ടി നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പൊടിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിൽ പ്രസിദ്ധനായ ഒരു പാട്ടുകാരൻ, ഞാൻ ഒരാളുടെയും പേരെടുത്ത് വിമർശിക്കുന്നതല്ല, പേരെടുത്ത് വിമർശിക്കുന്നതൊരു തെറ്റ് തന്നെയാണെന്ന് എനിക്കറിയാം, ആരുമായി കൊള്ളട്ടെ, ആ സഹോദരന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ഒരുപാട് യുവതി യുവാക്കൾ ഒരുമിച്ചുകൂടി. പോലീസുകാരവരെ നിയന്ത്രിക്കാൻ പാടുപെട്ടു, പല ആളുകൾക്കും ലാത്തി ചാർജ് ഏറ്റു, പല ചെറുപ്പക്കാരും പരിപാടി കാണാൻ സാധിക്കാതെ, ആ പാട്ട് പാടാൻ കടന്നു വന്നവനെ കാണാൻ സാധിക്കാതെ നിരാശയോടെ മടങ്ങിപ്പോയി. പലരും ഇരുന്ന് കരയുകയാ, പലരും ഇരുന്ന് കരയുകയാ. ദൂരെ നിന്നാണ് ഞങ്ങൾ വരുന്നത്, പാട്ട് കേൾക്കാൻ പറ്റിയില്ലല്ലോ, പാട്ടുകാരനെ കാണാൻ പറ്റിയില്ലല്ലോ. നാണമില്ലേ യുവത്വമേ, ലജ്ജ തോന്നുന്നില്ലേ സഹോദരാ? നീ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? സ്വന്തം നഫ്സിനോടൊന്ന് ചോദിച്ചു നോക്കൂ. ഹബീബിന്റെ പേര് കേട്ടപ്പോൾ അവിടത്തെ വഫാത്ത് ഒരുപാട് കേട്ടുപോയവരല്ലേ, ഇന്ന് വരെ അവിടത്തെ വഫാത്ത് കേട്ടിട്ട് കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ഹബീബിനോടില്ലാത്ത സ്നേഹം നിനക്ക് മറ്റ് വേറെ ഏത് സഹോദരനോടാണ്, വേറെ ഏത് മനുഷ്യനോടാണ് നിനക്കുള്ളത്? ഹബീബിനോടില്ലാത്ത സ്നേഹം എന്തിനാണ് സഹോദര മറ്റൊരാളോട് വേണ്ടത്? വാപ്പയെക്കാളും ഉമ്മയെക്കാളും സ്വന്തം മക്കളെക്കാളും അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മതമല്ലേ ഈ ദീൻ? എത്രയോ വഫാത്ത് കേട്ടിട്ടുണ്ട്, നബിതങ്ങളുടെ വഫാത്ത് എത്രയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇന്ന് വരെ പറഞ്ഞിട്ടോ കേട്ടിട്ടോ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വെളിയിലോട്ട് വന്നിട്ടുണ്ടോ? പിന്നെന്ത് മുസ്ലിമാണ് സഹോദര നമ്മൾ? ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചതുപോലെ ഹബീബിന്റെ വഫാത്ത് കേട്ടിട്ട് ഹൃദയത്തിന്റെ അകത്തൊരു വേദനയെങ്കിലും വന്നിട്ടില്ല എങ്കിൽ നമ്മൾ മുനാഫിക്കായി പോയി എന്നതിന്റെ അടയാളമാണ്. നമ്മുടെ വിശ്വാസം കപടത നിറഞ്ഞു എന്നതിന്റെ അടയാളമാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. ഒരിക്കലെങ്കിലും നബിതങ്ങളെ കേട്ടിട്ട് കരയണം, ഒരിക്കലെങ്കിലും നബിതങ്ങളെ വായിച്ചിട്ട് കരയണം, ഒരിക്കലെങ്കിലും നബിതങ്ങളുടെ ത്യാഗത്തെ കുറിച്ച് പറഞ്ഞിട്ടെങ്കിലും കരയണം. ഈ കരയാത്ത കണ്ണുമായിട്ട്, നബിതങ്ങളെ ഓർക്കാത്ത ഹൃദയവുമായിട്ട് എങ്ങനെയാണ് നാളെ ഹൗലുൽ കൗസറിന്റെ സമീപത്ത് നമ്മൾ പോയി നിൽക്കുന്നത്? ഇന്ന് വരെയും ആ ഹബീബിനെ കാണാൻ മനസ്സുകൊണ്ട് നമ്മളൊന്ന് തുടിച്ചിട്ടുണ്ടോ? ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? സ്വന്തം നഫ്സിനോട് നമ്മളൊന്ന് ചോദിച്ചു നോക്ക്. പിന്നെങ്ങനെയാണ് നമുക്ക് ദുആ ചെയ്യാൻ കഴിയുന്നത് നാളെ ഹൗലുൽ കൗസർ വേണമെന്ന്? ആ ഹൗലുൽ കൗസറിന്റെ ഉടമസ്ഥൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നായകനെ ഒരിക്കലെങ്കിലും സ്വപ്നത്തിൽ കാണാൻ വേണ്ടി കൊതിച്ചിട്ടില്ല എങ്കിൽ, അവിടത്തെ ചരിത്രം പറഞ്ഞിട്ടും കേട്ടിട്ടും ഒരു തുള്ളി കണ്ണുനീര് കണ്ണിൽ നിന്നും വന്നിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ പരാജിതരാണ്. നാളെ പരലോകത്ത് നമ്മൾ നരകത്തിന്റെ അവകാശികളാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. സ്വഹാബത്തിന് ജീവനായിരുന്നോടോ നബിതങ്ങൾ, സ്വഹാബത്തിന് ജീവനായിരുന്നു നബിതങ്ങൾ.
മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചൊരു ചരിത്രമുണ്ട്, പെങ്ങളെ പഠിക്കണം. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിലോട്ട് കടന്നപ്പോൾ ഒരു പെണ്ണിന്റെ കാലിന്റെ ചുവട്ടടി ശബ്ദം ഞാൻ കേട്ടു സ്വഹാബ. ഞാൻ സ്വർഗ്ഗത്തിലോട്ട് കടന്നപ്പോൾ ഒരു പെണ്ണിന്റെ കാലിന്റെ ചുവട്ടടി ശബ്ദം ഞാൻ കേട്ടു സ്വഹാബ. ഇന്ന് വരെ സമ്പത്തും സമയവും ആരോഗ്യവും നബിതങ്ങൾക്ക് സമർപ്പിക്കാത്തവരൊക്കെ ഈ ചരിത്രം കേട്ടോ? അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇന്ന് വരെ നമുക്ക് നിലകൊള്ളാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഈ ചരിത്രം കേട്ടോ, വെറുതെയാകില്ല. നബിതങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, സമിഅതു സൗതൻ ഹനീന, ഒരു ചെറിയ ശബ്ദം ഞാൻ ഇങ്ങനെ കേട്ടു.